20 ആൾക്കാണ് കേട്ടോ നമ്മള് ഓണക്കോടി കൊടുക്കുന്നത്. നമുക്കിവിടെ കുർത്തീസ് സ്റ്റാർട്ടിംഗ് റേറ്റ് എത്രയാണ്? 69 രൂപ. ഈ കാണുന്നത് പ്രിന്റ് അല്ല, മൊത്തം വർക്ക് പഞ്ചസാര മുത്തുകള്. 10 മണിക്ക് സ്പെഷ്യൽ ഐറ്റം ആണ്. അത് വന്ന് നേരിട്ട് കാണണം. ഇത് ചെറിയ കുട്ടികളുടെ 6 മാസം പ്രായത്തിനും 1 വയസ്സ് വരെ ഉപയോഗിക്കാവുന്ന അളവുകളാണ്. അപ്പൊ ഓരോരുത്തരും ഓണം പർച്ചേസിംഗ് തുടങ്ങി. പ്ലസ് സൈസ് 4XL സൈസിന്റെ കുർത്തിട്ടോ. ബ്ലാക്കില് ഒരു വന്നപ്പോ എന്താ ഭംഗി. കോട്ട് സെറ്റ് തന്നെ വേണം, അതിന് ഓണം ആഘോഷിക്കും വേണമെന്ന് പറയുകയാണെങ്കിൽ ഇത് എടുത്തോ. കിഡ്സ് ഓൺ ചെറിയ കുട്ടികളുടെ ഏത് മോഡൽ വേണമെന്നല്ലേ? ഈ കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എനിക്കൊരു ലൈക്ക് തരുക. ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതാ മുന്നോട്ട് എങ്ങടെങ്കിലും ഫെസ്റ്റിവൽസ് ഓണമൊക്കെ വരാൻ പോവാണ്. അപ്പൊ ഓണത്തിന് നല്ല നല്ല കളക്ഷൻസ് ഇതാ ഇവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറെയൊക്കെ പ്രൊഡക്ഷൻ കഴിഞ്ഞ് വന്നിട്ടുള്ള സംഭവങ്ങൾ. പിന്നെ ഞാൻ ഇട്ടിരിക്കണത് ഇനിയിപ്പോ ചിങ്ങം മാസം വരാൻ പോണ്, കുറെ കല്യാണങ്ങളൊക്കെ വരാൻ പോണ്, അതിന് കൂടാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി കളക്ഷൻസ് ആണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത്. ഇനി പ്രൊഡക്ഷൻ ചെയ്തിട്ടുള്ള കുറെ സംഭവങ്ങളും ഉണ്ട്, അല്ലാത്തതും ഉണ്ട്. നല്ല നല്ല വെറൈറ്റീസ് ഉണ്ട്. അപ്പൊ നമ്മൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുമ്പോൾ ഈ ഒരു റോഡിനെ പറയണ വടയാട്ടക്കൊട്ട റോഡ്. ഇത് എവിടെയാലേ? ഇത് കൊല്ലത്താണോടോ. കൊല്ലത്ത് ചിന്നക്കട എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് വടയാട്ടക്കൊട്ട റോഡ്. ഈ ഏരിയ മൊത്തം എന്ന് പറയുമ്പോൾ ഒരുവിധം ഹോൾസെയിലേഴ്സ് ആണ് മെയിൻ ആയിട്ട്. അപ്പൊ നമ്മൾ വന്നിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് കൊല്ലത്ത് എവിടെയാണെന്നറിയോ? ദാ ഹീര റെഡിമെയ്ഡ് ഹോൾസെയിലേഴ്സിലേക്കാണ് വന്നിരിക്കുന്നത്. ഇത് ഒരു കടയിലേക്ക് കൊണ്ടുപോവാണ്. അതെ, എവിടേക്കാ സ്ഥലം ചേച്ചി? എവിടേക്കാ? ചീരക്ക. ഇവിടെ തന്നെയാ? കൊല്ലം തന്നെയാ? ഓക്കെ, ടാറ്റയാ. അപ്പൊ ഓരോരുത്തരും ഓണം പർച്ചേസിംഗ് തുടങ്ങി. ഇനി ഓണം പർച്ചേസിംഗ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുവരെ സ്റ്റാർട്ട് ചെയ്തോ. പിന്നെ ഇവരൊരു മെയിൻ ഹൈലൈറ്റ് ഉണ്ട്, എല്ലാം തിങ്കളാഴ്ച 10 മണിക്ക്. എന്റെ സ്ഥിരമായിട്ട് വീഡിയോ കണ്ണൂരാണെങ്കിൽ അവർക്ക് അറിയാം എന്താണ് എല്ലാം തിങ്കളാഴ്ച 10 മണിക്ക് ഉണ്ടാവണം എന്നുള്ളത്. എന്തായാലും അകത്ത് കയറി നോക്കാം. നമുക്ക് കുറെ വെറൈറ്റീസ് വന്നിട്ടുണ്ട്. അതും ഇവിടെ മെയിൻ ആയിട്ട് ലേഡീസിന്റെ കുർത്തീസ്, 2 പീസ്, 3 പീസ്, പിന്നെ കിഡ്സ് വേറെ സെക്ഷൻ. ഇതൊക്കെ ഓരോ സ്ഥലത്തേക്ക് പോവാനുള്ളതാന്ന് തോന്നുന്നുണ്ട്. ഓരോരുത്തരുടെ പേര്. നമ്മുടെ നായകനെവിടെ? നായകോ ഇടുവാ. നായകനെ കിട്ടട്ടെ. ഈ ബണ്ടലൊക്കെ എവിടേക്കാ പോണേ എന്താന്ന് അറിയണ്ടേ? നമുക്ക് നായകനോട് ചോദിക്കട്ടെ. നായകൻ എവിടെയായിരുന്നു വർക്ക്? ഈ ബണ്ടലൊക്കെ എവിടേക്കുള്ളതാ? തിരുവനന്തപുരം. കസ്റ്റമർ എടുത്തു വെച്ചേക്കുന്നു. ഇപ്പുറത്തും ഉണ്ട് കേട്ടോ. ഈ സൈഡ് നോക്കിയാൽ കസ്റ്റമർ എടുത്ത് വെച്ചേക്കുന്നു. ഇതൊക്കെ കസ്റ്റമർ ഇട്ട് കുറെ പേര് കൊണ്ടുപോയിക്കൊണ്ടിരിക്കണു. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ സ്ഥലത്തേക്കൊക്കെ എങ്ങനെ കിട്ടും, എവിടെ കിട്ടും, എന്താണെന്നുള്ളത് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട്. ഇതൊക്കെ എന്നിട്ട് സംഭവം ഓണത്തിന്റെ ഓണം സ്പെഷ്യൽ പ്രൊഡക്ഷൻ നടന്നിട്ട് ഇപ്പൊ കൊണ്ടു വെച്ചിട്ടുള്ളത് സെറ്റിന്റെ പാവാടയാണ്. സെറ്റിന്റെ പാവാടകൾ. ഇനി ഇതിന്റെ ടോപ്പ് ഇത് വേറെ വേറെ ആയിരിക്കും. അല്ലല്ല, സെറ്റാണ്. സെറ്റ് ആയിട്ട് ടോപ്പ് വേറെ വരാൻ. ഓക്കെ, ഇത് നമ്മളെ യൂണിറ്റിൽ ഇങ്ങനെ ഡെയിലി ആയിട്ട് ഇങ്ങനെ കൊണ്ടുവച്ചുകൊണ്ടേ പ്രൊഡക്ഷൻ നടന്നതിന്റെ ഒരു തെളിവ് കാണിച്ചു തരാം. അതായത് വരെ ഇതിന്റെ ഈ ഒരു സ്റ്റിച്ച് റിമൂവ് ചെയ്തിട്ടില്ല. ഇതൊക്കെ ഇനി റിമൂവ് ചെയ്ത് കറക്റ്റ് ആയിട്ട് എല്ലാ സൈസുകളെല്ലാം വേണ്ട, വലുതും ചെറുതും എല്ലാ സൈസും ഉണ്ട്. പ്രൊഡക്ഷൻ അപ്പൊ ഇത് എത്ര സൈസ് തൊട്ട് എത്ര സൈസ് വരുന്നു? 16, 18, 20, 22, 24, 26. പിന്നെ എന്റെ സൈസ് ഉണ്ട്. എനിക്കിപ്പോ കുർത്തീസ് ഇടാനാ താല്പര്യം. അതെവിടെയാ? നമ്മളെ പ്രൊഡക്ഷൻ കുർത്തീസ് വരുന്നതാണ്ട. അത് നിറയെ വെറൈറ്റീസ് ഇരിക്കുന്നു, ആയിരക്കണക്കിന് വെറൈറ്റീസ് ഉണ്ട്. ഈ സൈഡും അതും ഹാൻഡ് വർക്ക്. ഇതൊക്കെ ഹാൻഡ് വർക്ക് കുർത്തീസ് ആണ്. ഹാൻഡ് വർക്ക് കുർത്തീസ് കിടക്കട്ടെ. ഒരെണ്ണം ഒന്ന് വെച്ച് നോക്കലേ. ഇത് എ ലൈനിലോട്ടോ ഈ ഹാൻഡ് വർക്ക് വരുന്നത്. ഇത് ഈ വർക്കുകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും കേട്ടോ. ഇതില് നമുക്ക് ജോർജറ്റിന്റെ മെറ്റീരിയൽ ആണ് വരുന്നത്. ബ്ലാക്കില് ഒരു വന്നപ്പോ എന്താ ഭംഗി കേട്ടാ. ഇതൊക്കെ വേഗം വന്ന് കൊണ്ടുപോകേക്കാളും മുന്നേ രാവിലെ വന്നിട്ട് ഇപ്പോഴത്തെ സമയം ഞാൻ കാണിച്ചു തരാം. കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇപ്പൊ 3 മണി. ഇപ്പൊ വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ടില്ല. രാവിലെ തൊട്ട് ഈ നേരം വരെ ഞാൻ ഇവിടെ വെറുതെ ഇരിക്കായിരുന്നു. എന്താ സംഭവം? ഇവിടത്തെ തിരക്ക് കാരണം. പിന്നെ ഇവിടെ ഈ ബണ്ടല് പൊട്ടിക്കലും തിരക്കും ഓണത്തിന്റെ പർച്ചേസിങ് ഓൾറെഡി ആൾക്കാർ തുടങ്ങി കഴിഞ്ഞു. എന്നെ ഇങ്ങനെ കുറെ ഇരുത്തിച്ചു. പക്ഷെ അതുപോലെ നിങ്ങളെ ഇരുത്തിക്കും. പടാപ്പെട്ട് സാധനം കൊടുത്തു വിടുന്നത്. എത്ര പാശ കൊടുക്കുക അങ്ങനെ കൊടുത്തിരിക്കും. അപ്പൊ ഇത് ഏത് ഐറ്റവും നമുക്ക് മൂത്ത് നോക്കി എടുക്കാം. അതെ, ഇത് സ്ട്രൈറ്റ് ഫിറ്റിൽ. ഇതിൽ കളേഴ്സ് അവൈലബിൾ ആണ്. ഇഷ്ടംപോലെ വെറൈറ്റീസ് ഉണ്ട്. ഇത് ഫുൾ കളേഴ്സ്, ഡിഫറെന്റ് യോക്കിൽ വർക്ക് വരുന്നത്, പല അളവുകൾ. ഇഷ്ടംപോലെ ഐറ്റം. ഇതിലെങ്ങനെ മീഡിയം, ലാർജ്, എക്സൽ? മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ, ട്രിപ്പിൾ എക്സൽ,
പ്ലസ് സൈസും ഉണ്ട്. ഓക്കെ, പ്ലസ് സൈസ് വരെ അവൈലബിൾ ആണ്. ഏത് വണ്ണം ഉള്ളവർക്ക് എത്ര വണ്ണം ആവട്ടെ ഒരു പ്രശ്നമില്ല. ഹീര ഗാർമെന്റ്സ് നമ്മൾ റെഡിയാണ്. അതാണ്, നിങ്ങൾ വന്നാ മതി. അതെ, നിങ്ങൾക്ക് പറ്റിയ ഐറ്റം നമ്മൾ തരുന്നതായിരിക്കും. വന്നാ മതി എന്ന് പറയല്ലേ, വന്നില്ലെങ്കിലും പ്രശ്നമില്ല, നിങ്ങളുടെ സ്ഥലത്തേക്ക് ഞങ്ങൾ എത്തിച്ചേരും അല്ലേ? വീഡിയോ കോൾ ചെയ്ത് കൊടുക്കും. പിന്നെ വീഡിയോ കോളും ചെയ്യാം. ഇത് ജോർജറ്റിൽ തന്നെ, ജോർജറ്റില് ഇതുപോലെ തന്നെ ഇത് ഫുൾ ഹാൻഡ് വർക്ക്, ഇവരുടെ ഓൺ പ്രൊഡക്ഷൻ. ഇപ്പൊ ഈ സൈഡില് മൊത്തം ഈ കാണുന്നത് ഇതെല്ലാം നമ്മുടെ പ്രൊഡക്ഷൻ. ഇതൊക്കെയോ മൊത്തം ഈ മൊത്തം ഇവരുടെ ഓൺ പ്രൊഡക്ഷൻ ആണ്. ഇപ്പൊ പല പല ഹാൻഡ് വർക്കുകളാണ്. അതെ കേട്ടാ. അത് ഇതിലിപ്പോ ചിലതിലിപ്പോ 4 കളേഴ്സ് ഒരുമിച്ച് വേറെ വേറെ ചിലത് ഒരു കളറ് 4 അളവ്. ഇതിപ്പം ഈ ഇങ്ങനെ വരുന്നതെന്ന് പറഞ്ഞാല് ഇങ്ങനെ വരുന്ന ഒറ്റ കളർ വരുമ്പോഴത്തേക്ക് മീഡിയം ടു ഡബിൾ വരും. ഈ ഇത് വരുമ്പോഴത്തേക്ക് ഇത് നമ്മളിപ്പോ എക്സൽ ആണെങ്കിൽ എക്സൽ ആയിരിക്കും. എക്സല് 4 കളറ്, ഡബിൾ എക്സൽ ആണെങ്കിൽ ഡബിൾ എക്സൽ ആയിരിക്കും, ട്രിപ്പിൾ എക്സൽ ആണെങ്കിൽ ട്രിപ്പിൾ എക്സൽ ആയിരിക്കും, 4XL ആണെങ്കിൽ 4XL ആയിരിക്കും. അങ്ങനെ ഈ ഒറ്റ കളർ വരുമ്പോഴത്തേക്ക് എല്ലാ സൈസും മീഡിയം ടു ഡബിൾ, അങ്ങനെ പിന്നെ XL, ഡബിൾ XL, ട്രിപ്പിൾ XL, 4XL, 5XL അങ്ങനെ ഐറ്റങ്ങളൊക്കെ വരും. ഒന്നുകൂടി കിടക്കണേ, ഇതൊന്നല്ല, ഇത് ശരിക്കും ഇവര് വന്നു കഴിഞ്ഞാൽ നമ്മളെ അതിന്റെ അന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ്. ഇതല്ല നിറയെ വെറൈറ്റീസ് എല്ലാം കാണിക്കല് എന്ന് പറഞ്ഞാല് ഇത് ആക്ച്വലി കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് ചൂസ് ചെയ്യാനുള്ള സംഭവമാണ്. ഇതല്ലാണ്ട് ഇതിന്റെ തൊട്ടപ്പുറത്ത് ഇവർക്ക് ഗോഡൌൺ ഉണ്ട്, അതിന്റെ തൊട്ടപ്പുറത്ത് ഒരു റൂം കൂടി ഉണ്ട്. 2 ഗോഡൌൺ ആണ് മെയിൻ ആയിട്ടുള്ളത്. അപ്പൊ സാധനങ്ങൾ ഇവിടെ കഴിയുന്നതിനനുസരിച്ച് ഇവിടെ കയറിക്കൊണ്ടിരിക്കും അല്ലേ? ഇതൊരു വെറൈറ്റി A ലൈനിലാണ് കേട്ടോ. വർക്ക് അടിപൊളിയുണ്ട്, ഫുൾ ഫിനിഷിങ്ങോട് കൂടിയിട്ടുള്ള ഒരു വർക്ക്. ഇതില് പലതരം രീതിയിൽ വരുന്നുണ്ട്. സിൽവറിൽ വരുന്നുണ്ട്, റോസ് ഗോൾഡിൽ വരുന്നുണ്ട്, ബ്ലാക്കിൽ വരുന്നുണ്ട്. നോക്കട്ടെ ഏത് മോഡൽ വേണമെങ്കിലും ഉണ്ടെന്ന്. ഇപ്പൊ ഈ മോഡൽ വേണമെങ്കിൽ ഇത് പ്ലീറ്റ് മോഡൽ വേണമെങ്കിൽ ആ ഒരു മോഡലിൽ വരുന്നുണ്ട്. ഇതിന്റെ വർക്കുകൾ നിങ്ങൾക്ക് ഡിഫറെന്റ് ആയിട്ട് കിടക്കും. വീഡിയോ കോളിൽ നിങ്ങൾ എടുത്താൽ മതി. ഇനി അടുത്തൊരു സെക്ഷനിലേക്ക് പോവാം. ഇല്ല, കാണിച്ചില്ല. അതെങ്ങനെ ഇവര് എടുക്കണ രീതി എടുക്കുക എന്നിട്ട് ഇങ്ങനെ ഞാനൊന്ന് ആ സ്റ്റൈല് നോട്ടെ. ഇങ്ങനെ എന്നിട്ട് ഇങ്ങനെ അങ്ങനെ ഒരു കറക്കണം എന്നാ മക്കളെ പിടിച്ചോന്നല്ലേ. കണ്ടാ, 2 തരത്തിലുള്ള പച്ച, 2 വർക്ക്. അപ്പൊ ഇതൊരു വെറൈറ്റി. ഇനി നമുക്ക് അടുത്ത ഇതെല്ലാം നമ്മളെ യൂണിറ്റിലെ പ്രൊഡക്ഷൻ ഐറ്റംസ്. എനിക്ക് ഈ കളറും ഇഷ്ടായി. ഇതും ഡിഫറെന്റ് കളറിൽ, ഈ ഹാൻഡ് വർക്കും ഡിഫറെന്റ് ആണ്. അതുപോലെ മെറ്റീരിയലും മാറിയിട്ടാ. ഇത് വലിയ സൈസ് ആണെന്ന് തോന്നുന്നു. 4XL പ്ലസ് സൈസ് 4XL സൈസിന്റെ കുർത്തിട്ടോ. അപ്പൊ ഇതിന്റെ കളർ അടിപൊളിയാണ്. പല വെറൈറ്റീസ്. മെറ്റീരിയലും ഡിഫറെന്റ് ആണ്. നേരത്തെ കാണിച്ചത് മൊത്തം ജോർജറ്റ് ആണ്. ഇത് വാട്ടിക്കൻ സിൽക്ക് ആണോ എന്നൊരു സംശയമുണ്ട്. അതുപോലെ ഇത് കോട്ടൺ സ്ലബ്. വർക്കുകൾ വ്യത്യാസമുണ്ട്. ജസ്റ്റ് ഒന്ന് ഇതിങ്ങനെ എടുത്ത് നോക്കാം. നമുക്ക് കുറെ വെറൈറ്റി വർക്ക്സ് ഉണ്ട് കേട്ടോ. അതില് ഫ്രോക്ക് മോഡൽ ഇതില് ദാദാ ഇത് ഫ്രോക്ക് മോഡൽ. നേരത്തെ കാണിച്ചത് നമ്മൾ കുർത്തി ഫ്രോക്കില് ഇങ്ങനെ പ്രിന്റുകൾ വന്നിട്ടുള്ളത്. ഇതില് കളേഴ്സ് ഡിഫറെന്റ്. അപ്പൊ കളേഴ്സ് ഡിഫറെന്റ് ആകുമ്പോ സൈസ് ഓർഡിനായിരിക്കും. ഒറ്റ സൈസിൽ ഡിഫറെന്റ് കളേഴ്സ് കേട്ടോ. ഇതാണ് ഇതിന്റെ ലുക്ക്. ഇത് വലിയ പ്രിന്റില്. ഇതിപ്പോ കൂടുതൽ ഇത്രയും ഡിമാൻഡ് ഈ വലിയ പ്രിന്റ് അല്ലേ? 3D സ്റ്റൈലില് കുറച്ച് വലിയ ടൈപ്പ് ആയിട്ടുള്ള വരുന്നത് ഫ്രോക്ക് ആണ് കേട്ടോ. ഇത് വരുന്നത് വേറെ ഹാൻഡ് വർക്ക്. ഇതൊക്കെ ഇവരുടെ ഓൺ യൂണിറ്റിന്ന് ഇപ്പൊ പ്രൊഡക്ഷൻ കഴിഞ്ഞ് വന്നിട്ടുള്ളതാണ്. നാളേക്ക് ഇത് വേറെ രീതിയിലായിരിക്കും കിട്ടാൻ നിങ്ങൾക്ക്. അല്ല, എപ്പോഴും മാറിക്കൊണ്ടിരിക്കില്ലേ? പിന്നെ ഐറ്റങ്ങൾ ഇങ്ങനെ കാലത്ത് വന്നപ്പോ അല്ല, ഇപ്പോഴത്തെ ലുക്ക് മൊത്തത്തിൽ മാറി. പിന്നെ ഇതവിടെ നിക്കട്ടെ. നിങ്ങളുടെ ഈ തിങ്കളാഴ്ച ദിവസം 10 മണിക്ക് എന്താ സംഭവം? 10 മണിക്ക് പറയാൻ സ്പെഷ്യൽ ആയിട്ടാണ്. അത് വന്ന് നേരിട്ട് കാണണം. അത് നേരിട്ട് കണ്ട് നിങ്ങൾ അനുഭവിച്ചെങ്കിൽ അത് ശരിയാകും. പറയുന്നതിനെക്കാട്ടിയും കൂടുതൽ ഡയറക്റ്റ് വരിക. അതല്ല, തിങ്കളാഴ്ച 10 മണിക്ക് നേരിട്ട് വരാൻ പറഞ്ഞാലും കുറച്ച് നേരത്തെ വന്നോളൂ. എന്താ സംഭവം എന്നറിയോ? ഇവിടെ ഒരു ബണ്ടല് പൊട്ടിക്കുന്ന പരിപാടി ഉണ്ട്. എന്റെ പൊന്നെ, ഇവിടെ നിൽക്കാനും ഇരിക്കാനും പറ്റില്ല. ബണ്ടല് പൊട്ടിക്കുന്ന സമയത്ത് ഇതാ ഇങ്ങനെ പിടിക്കാനായിട്ട് ഇങ്ങനെ ഒരു ഏറാണ്. അപ്പൊ നമ്മൾ പിടിക്കണം. അപ്പൊ സമയത്ത് റേറ്റ് കുറവിന് നല്ല ക്വാളിറ്റിയിലെ ഐറ്റംസ് കിട്ടും. പിടിക്കാൻ കഴിവ് പറ്റത്തില്ലെങ്കിൽ സപ്പോസ് പിടിക്കാൻ സ്ത്രീകളൊക്കെ വരുമ്പോഴത്തേക്ക് ഒരു പിടിക്കാം നമ്മുടെ സ്റ്റാഫുകൾ അവർക്ക് ഹെൽപ്പ് ചെയ്ത് തരും. അപ്പൊ ഇത് കടക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. മെയിൻ ആയിട്ട് ഹോൾസെയിൽ ആണ്. അപ്പൊ തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് എല്ലാം തിങ്കളാഴ്ച കേട്ടോ. എല്ലാം തിങ്കളാഴ്ച പറഞ്ഞാൽ ഞാനാണ് ശരിക്കും തുടക്കട്ട് വെച്ചത്. നമ്മൾ എത്ര ഒരു 8 മാസം മുന്നേ 6 മാസം മുന്നേ കഴിഞ്ഞ ഓണത്തിന് ഏകദേശം 1 കൊല്ലം പറയാം. കഴിഞ്ഞ ഓണത്തിന്റെ സമയത്താണ് ഓഗസ്റ്റ് 1 മുതൽ ഡെയിലി ബണ്ടിൽ കൂട്ടി
ഡെയിലി 10 മണി. ഓണായിട്ടാണ് കേട്ടോ, ഓഗസ്റ്റ് 1 മുതൽ ഡെയിലി ബണ്ടിൽ പൊട്ടി. ഓക്കെ, അപ്പൊ സൗകര്യമുള്ള സമയം നോക്കി, സമയമല്ല സൗകര്യമുള്ള ദിവസം നോക്കിട്ട് നിങ്ങൾ നേരത്തെ വരാൻ പറ്റുമെങ്കിൽ നേരത്തെ വരണം. അതെ, ശരിക്കും പറഞ്ഞ ഒരു 9:30 ആകുമ്പോഴേക്ക് ഇവിടെ എത്തിക്കോ, കാരണം നല്ല തിരക്കുണ്ടാവും. അപ്പൊ വരുമ്പോ ഒരാളായിട്ട് വന്നാലും കുഴപ്പമില്ല, രണ്ടാളായിട്ട് വന്നാലും കുഴപ്പമില്ല. ഓഗസ്റ്റ് 1 തൊട്ട് ഡെയിലി പൊട്ടും. അപ്പൊ എങ്ങനെയാ അറിയാ? ഇങ്ങനെ പിടിക്കുക 10 മണിക്ക് മറക്കണ്ട. ഇത് വേണോ ഇത് വേണോ 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 ഇങ്ങനെ, എന്നിട്ട് ഇത് ഡയറക്റ്റ് കാണണം. അതെ, ആ രംഗം വേറെ തന്നെയാട്ടോ, ഇത് വേറെ. അത് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവമാണ്. നമുക്ക് കളക്ഷൻസ് കാണിക്കാം, വേണോ? ഇനി ഞാൻ ഇട്ടിരിക്കുന്ന വെച്ചിട്ട് തുടങ്ങിയാലോ നമുക്ക്? അത് നമുക്ക് 3 പീസ് നമുക്ക് നോക്കാം. ടോപ്പിന്റെ എല്ലാ കളക്ഷനും കണ്ടില്ലല്ലോ, ഏരിയ മൊത്തം കാണണ്ടേ? ഇവർക്ക് ടോട്ടലി 2 ഫ്ലോർ ഉള്ളത് കേട്ടോ. ഇത് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിലാണ് നിൽക്കുന്നത്. ഇത് ഒരു എലൈൻ സ്റ്റൈലിലുള്ള ഒരു വർക്കാണ് വരുന്നത്. പ്രിന്റ് ആണ് കേട്ടോ ഫുള്ള് വരുന്നത്, എലൈൻ സ്റ്റൈലില്. ഇതിലും കളേഴ്സ് വരുന്നുണ്ട്. ഏത് കാണിച്ചാലും അതിലൊരു 4-5 കളർ വരും കേട്ടോ. ഇതൊരു വേറെ വെറൈറ്റി, ഒക്കെ പാർട്ടി വെയർ കളക്ഷൻ. ഇത് സിംഗിൾ കുർത്തിയാണ് അല്ലെ? സിംഗിൾ കുർത്തിയാണ്. ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ട്. ഇത് വെസ്റ്റേൺ വെസ്റ്റേൺ, പിന്നെ കുർത്തീസ്, അതുപോലെ തന്നെ കുട്ടികളുടെ ബോയ്സ് ആൻഡ് ഗേൾസ് അങ്ങനെയാണ് വരുന്നത് കേട്ടോ. ജെന്റ്സ് ഐറ്റംസ് ഒന്നുമില്ല. കുർത്തീസിൽ പിന്നെ റേറ്റ് കളേഴ്സ് നല്ല അടിപൊളി ജിക്കാജക്ക്, ഇങ്ങനെ ജക്കാജക്ക് നല്ല ബ്രൈറ്റ് ഷെയ്ഡിലാണ് അത് വരുന്നത് കേട്ടോ. ഇതൊരു കോളർ, ഇതിങ്ങനെ ഏത് കളർ നല്ല കളർ, ഏത് കളറായാലും എടുത്തോ. സൂപ്പർ, കണ്ട. ഇത് ഒരു കോളർ നെക്കിലാ വരുന്നത് കേട്ടോ. ഇതിന് മെറ്റീരിയൽ പിടിച്ചപ്പില്ല, അതിനേക്കാളും നല്ല സോഫ്റ്റ് ആയിട്ടോ പിടിച്ചപ്പോ. ഇമ്പോർട്ടഡ് ഫാബ്രിക് അല്ലേ? വെറുതെ അല്ല, നല്ല ഫീലിംഗ് ഉണ്ട് കേട്ടോ. ഇത് ഒരു കൂളിംഗ് എഫക്റ്റും കിട്ടുന്നുണ്ട്. നമുക്ക് തൊടുമ്പോ തന്നെ നമ്മുടെ കയ്യിലേക്ക് പിടിക്കുമ്പോൾ തന്നെ. അപ്പൊ ഇട്ട് വരുമ്പോ ഒന്ന് ആലോചിച്ച് നോക്കിയേ, അടിപൊളി. സ്ലീവിലൊക്കെ നല്ല വർക്കോട് കൂടിയിട്ട്. അടുത്തത് ഇതും എ ലൈനിൽ കേട്ടോ. ഒരു സിമ്പിൾ ആയിട്ടുള്ള കുർത്തിയായിട്ടോ ഫ്രോക്ക് ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. ടീനേജ് പിള്ളേർക്കൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം. സൈസസ് ലാർജ്, ഇത് എക്സൽ ആട്ടോ. ഇത് മീഡിയം ലാർജ്. ഇതിന്റെ തുണിയൊക്കെ കണ്ടോ, ഇമ്പോർട്ടഡ് ഫാബ്രിക് അത് വരുന്നത്. ഇത് കുർത്തി ഇങ്ങനെ, ഇത് ചാടിക്കില്ല, അതുപോലത്തെ ഐറ്റാണ്. ഇത് പോപ്കോൺ മെറ്റീരിയൽ വരുന്നത് കേട്ടോ, ക്രഷ് പോപ്കോൺ മെറ്റീരിയൽ. വെസ്റ്റേണും ഉണ്ട്, കുർത്തീസും ഉണ്ട് കേട്ടോ. നമുക്ക് ഇനി കുർത്തീസ് പിടിച്ചിട്ട് വെസ്റ്റേണിലേക്ക് പിടിച്ചാൽ മതിയാ? നമുക്ക് ഇങ്ങനെ കാണിക്കാം, എല്ലാം കാണണ്ട. ഇത് വെറുതെ ഇങ്ങനെ ഇട്ട് സിമ്പിൾ ആയിട്ട് ലൂസ് ഫിറ്റില് ഒരു ഷൂ ഒക്കെ ഇട്ട് നടക്കുമ്പോൾ ആ ഒരു ഫീലിംഗ് വെസ്റ്റേണില് സൂപ്പർ. ഇത് കളേഴ്സ് അവൈലബിൾ ആട്ടോ. പിന്നെ ഇത് സമയം എത്ര മണി തൊട്ട് എത്ര മണി വരെ നമുക്ക്? നമ്മള് പിന്നെ 9 മണി ടു 8 o'clock വരെ. രാത്രി 8 മണി വരെ. സീസൺ സമയമാകുമ്പോഴത്തേക്ക് ടൈമില്ല. അതാണ് സത്യാവസ്ഥ. എപ്പോഴാണ് നിങ്ങൾ വരുന്നത്, എപ്പോഴാണ് നിങ്ങൾ പോണത്, അതാണ് സമയം ഷോപ്പിന്റെ. അപ്പൊ ഇതൊരു വെറൈറ്റി ആയി. പിന്നെ ഇതിലെന്ത് കളർ കൂടുതലുണ്ടല്ലോ? 6 ഉണ്ട്. 6 എടുക്കണോ? 6 മൊത്തം എടുക്കണം. അതെ, ഇത് ഡംഗ്രി സ്റ്റൈൽ അല്ലേ? സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫ്രോക്ക് ടൈപ്പ് ആയിട്ടുള്ള വെസ്റ്റേണിന്റെ. ഇത് റിമൂവബിൾ ആണ് ഈ കാണുന്നത്. ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ഇടാം. ഇന്നത്തെ കാലത്ത് സ്ലീവ് ഒന്നും വേണ്ട, അപ്പൊ ഇത് ഊരിയിട്ടിട്ട് ഇങ്ങനെ ഇട്ടാൽ മതി. സ്ലീവ് ആണെങ്കിൽ ആ ഉള്ളിട്ടപ്പോ ഇങ്ങനെ ഇട്ടാൽ മതി കേട്ടോ. ഇമ്പോർട്ടഡ് ഫാബ്രിക്കില്. പിന്നെ റേറ്റ് ഒന്നും നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. റേറ്റ് ബുദ്ധിമുട്ട്. അതെ, നിങ്ങൾക്ക് അത് വിൽക്കാൻ പറ്റില്ല, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇത് വെസ്റ്റേണില് കേട്ടോ. നമ്മളെല്ലാം ഈ കച്ചവടക്കാർക്ക് വേണ്ടി മാത്രം തയ്യാറാക്കി പീസിന് വേണ്ടിട്ട് വന്നിട്ട് കാര്യമില്ല. അതുകൊണ്ട് റേറ്റ് എടുത്ത് പറയാത്തത്, അല്ലെങ്കിൽ കച്ചവടം ചെയ്യാൻ പറ്റില്ല, അതാണ് മെയിൻ പ്രശ്നം. കച്ചവടക്കാര് ഇതൊക്കെ ഇപ്പോഴത്തെ കോൺസെപ്റ്റ് അല്ലേ? ഇതെല്ലാം നമുക്ക് വേറെ കാണിക്കാനുണ്ട്. കുർത്തീസിന്റെ കളക്ഷനാ. ഇത് വിചിത്ര സിൽക്കില്, വിചിത്രയില് പല പല സ്റ്റിക്കർ വർക്ക്, വിചിത്രയില് ഇങ്ങനെ വർക്ക്, സ്റ്റോണിന്റെ വർക്ക്. പിന്നെ ഇത് ഹാൻഡ് വർക്കില് അത് മെറ്റീരിയൽസ് ഒക്കെ മാറി മാറി വരും. നിങ്ങൾ നേരിട്ട് വരാ. ഇത് നമ്മുടെ കൊല്ലമാണ്. വന്നാല് നമുക്ക് എടുക്കുന്ന ഡയറക്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആ ക്വാളിറ്റിയും ഐറ്റവും ഒക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും. അപ്പൊ ഫസ്റ്റ് ടൈം എന്തായാലും വരാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങൾ ഓൺലൈനിൽ മേടിച്ചാലും കുഴപ്പമില്ല. പക്ഷെ എല്ലാരും ഒന്ന് വരുന്നതാണ് ഏറ്റവും നല്ലത്. ഫസ്റ്റ് ടൈം ഒരു തവണ വരാ തന്നെയല്ല, നിങ്ങൾ ഫസ്റ്റ് ടൈം വരാണെങ്കിൽ തന്നെ ആ ബണ്ടിൽ പൊട്ടിക്കുന്ന സമയത്ത് വരാ, അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. അതൊരു വേറെ ലെവല് തന്നെയാ.
ഇത് ഫ്രോക്ക് കേട്ടോ, നോർമൽ ആയിട്ടുള്ള ഒരു വെസ്റ്റേൺ ടൈപ്പിലുള്ള ഫ്രോക്ക്. നോർമൽ എന്ന് പറയാൻ പറ്റില്ല, ആക്ച്വലി ഇത് ഇമ്പോർട്ടഡ് ഫാബ്രിക് ആണ് വരുന്നത്. ഇത് വേറൊരു പാച്ച് വർക്കില്, കോട്ടണില് പാച്ച് വർക്ക് കേട്ടോ. ഡെയിലി വെയർ കളക്ഷൻസ്, പാർട്ടി വെയർ ഒക്കെ വരാൻ കിടക്കണോ. ഞാൻ ഇട്ട പോലത്തെ എന്തോരം വെറൈറ്റീസ് വേണം. അപ്പൊ സ്കിപ്പ് ചെയ്യാണ്ട് ഈ വീഡിയോ ഇങ്ങോട്ട് കണ്ടോളൂ കേട്ടോ. ഇതാണ് കുർത്തി വരുന്നത്. ഒരു സിംഗിൾ കുർത്തീസ് ആണ് ഇപ്പൊ മൊത്തം റംഗോളി അല്ലേ ഇത്, റംഗോളിയില്. ഇതില് ഒക്കെ വർക്ക് ഇങ്ങനെ വന്നോണ്ടിരിക്കട്ടോ. ഇതൊക്കെ ഇപ്പോഴത്തെ ട്രെൻഡിങ് വലിയ ഫ്ലോറൽ പ്രിന്റുകളാ, വലിയ വലിയ പ്രിന്റ്. അത് കോട്ടണിലാണ് അതല്ലേ, റയോണിലുണ്ട്, കോട്ടണിലുണ്ട്. ഇതൊക്കെ അതിന്റെ വെറൈറ്റികള്, പല 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 വെറൈറ്റീസ്. വി നെക്ക് വേണമെങ്കിൽ വി നെക്ക്, ഹൈ നെക്ക് വേണമെങ്കിൽ ഹൈ നെക്ക്, ഏത് ഐറ്റം ആവട്ടെ, ഏത് ഐറ്റം ആവട്ടെ. ട്രെയിനിൽ വേണമെങ്കിൽ കുർത്തി മാത്രം അങ്ങനെ. പിന്നെ പിന്നെ നമുക്ക് ഏത് കുറച്ച് കുറഞ്ഞ റേറ്റ് വേണമെങ്കിൽ കുറഞ്ഞത്, ഏത് ഐറ്റം വേണമെങ്കിൽ ഏത് വിലയ്ക്ക് അഫോർഡ് ചെയ്യാൻ പറ്റിയ റേറ്റുകൾ കേട്ടോ. സിംഗിൾ ആയിട്ടുള്ള കുർത്തി, ഷോർട്ട് ടോപ്സ് ഒക്കെ ഇല്ലേ ഇവിടെ, ഷോർട്ട് ടോപ്പ്. ഇത് കുർത്തീസ് സിമ്പിൾ ആയിട്ടുള്ളത്, കോട്ടന്റെ അതിൽ പ്രിന്റ് വരുന്നത്, ആ ഒരു ടൈപ്പ് ഐറ്റം ആണ് വരുന്നത്. ഇനി ഇതെന്താ സംഭവം, പൊട്ടിച്ച് ഞങ്ങൾക്ക് ശീലാണെന്ന്, എന്തോ വെറൈറ്റി ആണല്ലോ. ഷോർട്ട് ടോപ്പ് ചോദിച്ചോളൂ, അതാണ് വേഗം വന്നത്. ഷോർട്ട് ടോപ്പ്, ആഹാ ഈ കളർ ഇഷ്ടം, പല പല വെറൈറ്റീസ്, ഇഷ്ടംപോലെ വെറൈറ്റീസ് ഷോർട്ട് ടോപ്പിലുണ്ട്. ഷോർട്ട് ടോപ്പിൽ ഇത് ഇമ്പോർട്ടഡ് ഫാബ്രിക്കിലാണ് വരുന്നത് കേട്ടോ. ഷോർട്ട് ടോപ്പില് കോട്ടണിലും വരുന്നുണ്ട്, ഇമ്പോർട്ടഡ് ഫാബ്രിക്കിൽ വരുന്നുണ്ട്, റയോണിലും വരുന്നുണ്ട്. ഇത് റയോൺ, ഇത് കുറച്ച് ലെങ്ത് കൂടിയ ടൈപ്പ്. പിന്നെ ഈ കാണുന്നത് പ്രിന്റ് അല്ല, ഇത് ഫുൾ എംബ്രോയിഡറി വർക്ക്, മിഷൻ എംബ്രോയിഡറിയുടെ ഡിസൈൻ ആട്ടോ. ഇത് സിമ്പിൾ ഓഫീസ് വരണൊക്കെ അടിപൊളി മെറ്റീരിയൽ ആട്ടോ. ഇത് വലിയ പ്രിന്റ്, ഇതൊക്കെ ഇപ്പൊ ഭയങ്കര മൂവിങ് ആണ്. വലിയ വലിയ പ്രിന്റ്, ഇതൊന്നല്ല, ഇതിനേക്കാളും വലിയ ഫ്ലവർ, ഇതിനേക്കാളും വലിയ ഫ്ലവർ പ്ലെയിനില്, അതൊക്കെയാണ് ഇപ്പൊ ട്രെൻഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കോട്ട് സെറ്റിലാണ് കൂടുതൽ, ഇങ്ങനെ ഇതിലല്ല, വെസ്റ്റേണിലല്ല കൂടുതൽ. പക്ഷെ വെസ്റ്റേൺ കോട്ട് സെറ്റ് കാണിക്കാൻ കിടക്കുന്നല്ലോ. അതെ, നമ്മളെ കുർത്തീസിന്റെ കാര്യങ്ങൾ ഇങ്ങോട്ട് പോകുന്നത് ഇറക്കം കൂടിയിട്ടായിട്ടുള്ള ഒരു ഷോർട്ട് ടോപ്പ്. അത് നല്ല ഫാബ്രിക് ആട്ടോ, ആ ഫാബ്രിക് എടുത്ത് കാണിക്കേണ്ടത് തന്നെയാ. നല്ല ടൈപ്പ് ഫാബ്രിക് വരുന്നത്, ഇമ്പോർട്ടഡ് തന്നെയാട്ടോ. ഇത് ഇതും ഇമ്പോർട്ടഡ് തന്നെ. ഇതൊക്കെ ശരിക്കും ആ ഒരു ബുട്ടിക് സ്റ്റൈലില് കൊണ്ടിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന്റെ മാറും. രംഗോളി സിൽക്കിനകത്ത് ഹാൻഡ് വർക്ക്, വട്ടിക്കനകത്ത് ഹാൻഡ് വർക്ക്, വാട്ടിക്കൻ സിൽക്ക്, രംഗോളി സിൽക്ക്, വിചിത്ര സിൽക്ക്. ഈ ഹാൻഡ് വർക്ക് ഒക്കെ നിങ്ങളുടെ ഓൺ ചെയ്തിട്ടുള്ള വിചിത്ര സിൽക്കില്, ഷിഫോണില്. അപ്പൊ ഇതൊക്കെ ഇവരുടെ ഓൺ പ്രൊഡക്ഷൻ ആണ്. ഏത് ഹാൻഡ് വർക്കും ആവട്ടെ, എന്തും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇനി നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് ഒന്ന് പോയാലോ. അപ്പുറത്തെ സൈഡിൽ എന്താ വെറൈറ്റി ഒന്ന് നോക്കാം. നമുക്ക് ത്രീ പീസ് സെറ്റ്. അപ്പൊ ഞാൻ കൊടുത്ത പോലത്തെ, ഞാൻ കൊടുത്തത് 2 പീസ് ആണ് കേട്ടോ. ഇത് ആക്ച്വലി പാന്റ് ഇതിന്റെ കൂടെ ഇല്ല. പാന്റ് എന്റെ കയ്യിലത്തെ പാന്റ് എന്തോ ഭാഗ്യത്തിന് ഞാൻ ആ കളറന്നെ ഇട്ട് വന്നു. അപ്പൊ ഇത് 2 പീസിന്റെ നല്ല അടിപൊളി ഡബിൾ ഷെയ്ഡിൽ വരുന്ന ഒരു കളക്ഷൻ ആണ് കേട്ടോ. പാർട്ടി വെയർ കളക്ഷൻ. ഇത് ഫുൾ സ്റ്റോൺ വർക്കില്. നിക്ക് ഇനി ബാക്കിയുള്ള വീഡിയോ കാണാൻ പറ്റട്ടോ. നിങ്ങൾക്ക് ഓണക്കോടി വേണ്ടേ? അതോ 1-2 ആൾക്കല്ല, 20 ആൾക്കാണ് കേട്ടോ നമ്മൾ ഓണക്കോടി കൊടുക്കുന്നത്. അപ്പൊ ഓണക്കോടിയിലെ ഇഷ്ടം പോലെ കളക്ഷൻസ്, പല മോഡൽസ് വന്നിട്ടുണ്ട്. അപ്പൊ ഓണക്കോടി റെഡിയാണ്, വേഗം പർച്ചേസിങ് എത്താം. അതേപോലെ തന്നെ 20 ആൾക്ക് നമ്മള് ഗിവ് അവേ എന്ന് വെച്ചാൽ 20 ആൾക്ക് നമ്മൾ ഓണക്കോടി കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ ഓണക്കോടി കിട്ടാനായിട്ട് എന്ത് ചെയ്യണം? നമ്മുടെ ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്യണം, ലൈഫ് വിത്ത് ഷെൽമി. അപ്പൊ 2 അക്കൗണ്ട് ഉണ്ട്, ഇൻസ്റ്റാ പേജ്. അതേപോലെ തന്നെ ഹീര ഹീര ഗാർമെന്റ്സിന്റെ ഇൻസ്റ്റാ പേജ് ഉണ്ട്. ഇത് രണ്ടും ഫോളോ ചെയ്തിരിക്കണം. പിന്നെ മസ്റ്റ് ആയിട്ട് ഒരു കമന്റ്, ഈ കമന്റ് ഇട്ടാൽ മാത്രമാണ് നമുക്ക് നറുക്കെടുപ്പിലൂടെ 20 ആൾക്ക് ഓണക്കോടി കിട്ടുന്നത്. അപ്പൊ മറക്കണ്ട, കമന്റ് മസ്റ്റ് ആണ്. അതുപോലെ തന്നെ 2 ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്യും. 2 ആക്ച്വലി 3, ലൈഫ് വിത്ത് ഷെൽമിയുടെ 2 പിന്നെ ഹീറോ ഹോൾസെയിലേഴ്സിന്റെ അവരുടെ ഒരെണ്ണം. അങ്ങനെ 3 പേജ് ഫോളോ ചെയ്താൽ മതി. ബാക്കി ഇനി എങ്ങനെയാണ് നറുക്കെടുപ്പിലൂടെ കിട്ടുക, എത്രാം തീയതി കിട്ടുക, അതും ഒരു ഡൗട്ടാണല്ലേ. 20-ാം തീയതി, ഓഗസ്റ്റ് 20-ാം തീയതി. അപ്പൊ ഓണക്കോടിക്ക് പുതിയ മോഡൽസ് വന്നത് ഓണത്തിന്റെ അന്ന് നമുക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള ഓണക്കോടി നമ്മൾ തരുന്നതായിരിക്കും. ഓഗസ്റ്റ് 20-ാം തീയതി നമ്മുടെ നറുക്കെടുപ്പിന്റെ വിജയം ആരാണെന്ന് വെച്ചാൽ വിന്നേഴ്സ് ആരാണെന്ന് തിരഞ്ഞെടുക്കും. അപ്പൊ അത് എങ്ങനെയാണ്, എവിടെയാണ്, എങ്ങനെ വെച്ച് കാണും? ഇൻസ്റ്റാ പേജിൽ നമ്മൾ സ്റ്റോറിയോ റീൽസോ എന്തെങ്കിലും ആയിട്ട് ഇടും. പക്ഷെ 20-ാം തീയതി ആയിരിക്കും. അപ്പൊ എന്തായാലും ഫോളോ ചെയ്താലാണ് നമുക്ക് കറക്റ്റ് ആരാ വിന്നർ എന്ന് മനസ്സിലാവുള്ളൂ. അപ്പൊ മസ്റ്റ് ആയിട്ട്
ഫോളോ ചെയ്തിരിക്കണം. അപ്പൊ ഇഷ്ടം പോലെ പുതിയ പുതിയ മോഡൽസ് ഓണക്കോടിയിലെ വന്നിട്ടുണ്ട് കേട്ടോ. ഇതാ ഇഷ്ടം പോലെ പുതിയ പുതിയ മോഡൽസ്, ഇതൊന്നല്ല ഇനിയും വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ ഞാനും അതിലത്തെ ഒരു കളക്ഷൻ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. 3 പീസിന്റെ ഒരു സെറ്റ് ആണ് കേട്ടോ ഇത് വരുന്നത്. 3 പീസിന്റെ ഇത് ഓണക്കോടിയില നല്ല അടിപൊളി ഒരു നെക്കിൽ ഇങ്ങനെ വർക്കൊക്കെ വന്നിട്ട് 3 പീസിന്റെ മെറ്റീരിയൽ എന്താ ഏതാ ഒന്നും ഞാൻ പറയില്ല. ഇത് കയ്യിൽ കിട്ടുമ്പോ നിങ്ങൾക്ക് അതും ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ ഒരു സുഖല്, അപ്പൊ ഒരു ഫീലിംഗ്. അപ്പൊ മറക്കണ്ട, കമന്റ് ചെയ്യാനായിട്ട് വേഗം പോയിട്ട് ചെറുപറാന്ന് ഇഷ്ടമുള്ള കമന്റ് എന്താണെങ്കിലും ഇട്ടോ. 20 ആൾക്കാണ് കേട്ടോ ഓണക്കോടി. ഇത് എടുത്തില്ലല്ലോ നമ്മള് ഒരു വേറൊരു കാര്യം പറയുന്നുണ്ട്. ആദ്യം ഇത് കാണിച്ചതിന് ശേഷം നമുക്ക് പറയാനുള്ളത് പറയാം. ഇത് കോഡ് സെറ്റ് ഇപ്പോഴത്തെ ട്രെൻഡ് നല്ല വലിയ പ്രിന്റിൽ വരുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഇതില് റയോൺ ഉണ്ട്, പിന്നെ റയോൺ ഉണ്ട്, വട്ടിക്കൻ ഉണ്ട്, പിന്നെ വിചിത്ര സിൽക്ക് ഉണ്ട്, പിന്നെ റയോ ഇതാണ്ടേ ഇതിന്റെ കളേഴ്സും ഡിസൈൻസും കാണുന്നത്. ഇത് കോഡ് സെറ്റ് 2 പീസ് അല്ലേ ഇത് വരുന്നത്? 2 പീസ് കോട്ടന്റെ. അതെ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. കളക്ഷൻസ് ഒക്കെ നമുക്ക് എപ്പോഴും കാണാം. എന്നാലും ഒരു കാര്യം ചോദിക്കാണ്ട്, നമുക്ക് ഇവിടെ കുർത്തീസ് സ്റ്റാർട്ടിംഗ് റേറ്റ് എത്രയാണ്? 69 രൂപ. അതിന്റെ പറയില്ല എന്ന് വിചാരിച്ചത്. 69 രൂപ തൊട്ട് ഇവിടെ റേറ്റ് പറയണ്ട എന്ന് വിചാരിച്ചാ 69 രൂപ തൊട്ട്. 69 രൂപ തൊട്ട് നമുക്ക് കുർത്തീസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ബാക്കി ഒന്നിനും റേറ്റ് പറയില്ല. അതറിയണമെങ്കിൽ 69 രൂപ തൊട്ടുണ്ട് ഡയറക്റ്റ് വരിക. അതറിയണമെങ്കിൽ എന്ത് ചെയ്യണം? ഒന്നില്ലെങ്കിൽ വരിക. ഇതൊക്കെയാണ് ഓപ്ഷൻസ് കേട്ടോ, അല്ലാണ്ട് നമ്മൾ പറയില്ല. പക്ഷെ എന്തായാലും 69 രൂപ തൊട്ട് അങ്ങോട്ട് കയറി 69 രൂപ തൊട്ട് കുർത്തീസ് ഉണ്ട്. പിന്നെ ഇതൊക്കെ എന്താ സംഭവം? കോട്ട്സെറ്റിനെയാ നമ്മള് നേരത്തെ കണ്ടത് ബിഗ് ഫ്ലവേഴ്സ് വെച്ചിട്ടുള്ളതായിരുന്നു. ഇത് പ്ലെയിനിലുള്ള കോട്ട് സെറ്റ് ആണ് കേട്ടോ. കോട്ട് സെറ്റ് അത് ഈ ചെറിയ ഇതായിട്ടുള്ളത്, ലെങ്ത് ആയിട്ടുള്ളത്. മറ്റത് നമ്മള് കുർത്തി ടൈപ്പ് ആയിട്ടുള്ളതാ. ഇത് ചെറിയ ലെങ്ത്തിൽ വരുന്നത്. ഇതാ ഇത് അടിപൊളിയാണ്. ഇതാ ഇതിന്റെ പാന്റ് ഒന്ന് തുറന്നേ. ഇതാ ഇത് വിത്ത് പാന്റ് ആൻഡ് ദുപ്പട്ട അങ്ങനെ. ഇത് 3 പീസ് ആയിട്ടോ. കോഡ് സെറ്റില് നമ്മൾ നേരത്തെ കാണിച്ചില്ല, അതില് ഡിഫറെന്റ് കളേഴ്സ് വരുന്നുണ്ട്. ഇപ്പൊ ബ്ലാക്ക് ഓപ്പൺ ചെയ്തില്ലേ, അതിന്റെ ബ്ലൂ വരുന്നുണ്ട്, പീച്ച് കളർ വരുന്നുണ്ട്. ഇതാണെങ്കിൽ ഫുൾ 3 പീസിന്റെ സെറ്റ് ആണ് വരുന്നത്. പാർട്ടി വെയർ കോൺസെപ്റ്റ്. ഡിഫറെന്റ് കളേഴ്സ്. ഇതൊരെണ്ണം ഓപ്പൺ ചെയ്ത നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതൊക്കെ അവിടെ കിടക്കട്ടെ, ബാക്കിയുള്ള പൊട്ടിക്കാൻ കിടക്കണം മക്കളെ. യെസ്, ഇത് പ്രിന്റ് തന്നെയാണ്, പക്ഷെ ഓണം സ്പെഷ്യൽ. ഓഹോ കണ്ടോ, ഓണം സ്പെഷ്യൽ കോഡ് സെറ്റ് തന്നെ വേണം. അതിന് ഓണം ആഘോഷിക്കും വേണമെന്ന് പറയുകയാണെങ്കിൽ ഇത് എടുത്തോ അല്ലേ? പിന്നെ യെസ്, ഇതിന് പ്രിന്റുകൾ ഇങ്ങനെ മാറി മാറി പ്രിന്റുകൾ വ്യത്യാസങ്ങൾ വരും. ഇഷ്ടം പോലെ ഉണ്ട്. എത്ര പ്രിന്റ് വേണമെങ്കിലും എടുക്കാം. അടിയിൽ പെട്ടുപോയാ ചേട്ടാ, ഒന്ന് ഹെൽപ്പ് ചെയ്തേ എടുക്കാൻ. അടിയിൽ പെട്ടുപോയി. ഞങ്ങക്ക് ഇനി അങ്ങോട്ട് ചാടേണ്ടി വരും. സാരില്ല, നമുക്ക് അവിടെ എത്തുമ്പോ നമുക്ക് നോക്കാം. കിട്ടിയാ അതിന്റെ പല പല പ്രിന്റുകൾ. അതിലിപ്പോ കളർ മാറിട്ടോ. ഇതിപ്പോ ഓണത്തിന്റെ ആ ഒരു സെയിം കളർ തീമാണ്. അതിൽ ഡിഫറെന്റ് കളർ വേണമെന്ന് വെച്ചാൽ അതും അവൈലബിൾ ആണ്. ഇത് 4 സൈസ് ഒരു കളറില് പ്രിന്റുകൾ ഡിഫറെന്റ്. ഇതിപ്പോ കോഡ് സെറ്റ് ഇപ്പോഴത്തെ ട്രെൻഡ് കേട്ടോ. ഡിഫറെന്റ് കളേഴ്സില് നല്ല പ്രിന്റുകളാണ് കാണുന്നത് മൊത്തം. പിന്നെ കോഡ് സെറ്റ് വലിയ ഫ്ലവറിനകത്ത്, പിന്നെ ആ വലിയ ഫ്ലവർ ഇപ്പൊ ട്രെൻഡാന്ന് പറഞ്ഞില്ല, ആ ട്രെൻഡ് ആയിട്ടുള്ള വലിയ ഫ്ലവേഴ്സിന്റെ കോഡ് സെറ്റുകളാണ്. എത്ര കളേഴ്സ് വേണം? കളേഴ്സുകൾ ഉണ്ട്, സൈസസും അവൈലബിൾ ആണ്. ഇതിൽ പ്ലസ് സൈസും വരുന്നുണ്ട് അല്ലേ? ഓക്കെ. ഇനി ഇതെന്താ സംഭവം? നേരത്തെ ബ്ലാക്ക് ഓപ്പൺ ചെയ്തില്ല, അതിന്റെ കളേഴ്സ്. പിന്നെ ആ വലിയ ഫ്ലവർ ഇതെന്താ പ്രിന്റ്? എന്തായാലും കാണിക്കാം, എന്തായാലും വന്നതല്ലേ അല്ലേ? വലിയ ഫ്ലവേഴ്സ് കോഡ് സെറ്റ്. ഇത് കുറച്ച് ലെങ്ത് ആയിട്ടുള്ളത്. ഓ, ഇതൊക്കെ വെച്ചോ. ഒരു ക്രീമും തേക്കണം. ആ പിന്നെ 3 പീസ് ഞാൻ ഇട്ട പോലത്തെ സംഭവം ഇതാണ് നമ്മൾ ഇട്ടിരിക്കുന്നതിന്റെ 2 പീസ് ആണ് കേട്ടോ. 2 പീസിൽ എന്ന് പറയുമ്പോൾ പാന്റ് ഉണ്ടാവില്ല, വിത്ത് ദുപ്പട്ട അടക്കാണ് വരുന്നത്. 4 ഡിഫറെന്റ് ഷെയ്ഡാണ്. ഇത് 3 പീസ്. ഇതാണെങ്കിൽ 2 പീസ്. അങ്ങനെ 3 പീസ് ആണെങ്കിൽ 3 പീസ്, 2 പീസ് ആണെങ്കിൽ 2 പീസ്. അപ്പൊ 3 പീസ് ആകുമ്പോൾ ഇതിന്റെ കുറച്ച് റേറ്റിന് മാറ്റം വരും, അതിന് വർക്കിനും വ്യത്യാസം വരും. ഇതാകുമ്പോൾ ഞാൻ ഇട്ടിരിക്കണെന്ന് പറയുമ്പോൾ ഒരു സിമ്പിൾ വർക്കാണ് വരുന്നത്. ഇപ്പൊ 3 പീസ് എന്ന് പറയുമ്പോൾ അതിന്റെ വർക്ക് കുറച്ചുകൂടി ഹെവി ആയിരിക്കും കേട്ടോ, കുറച്ചുകൂടി കൂടുതലായിരിക്കും. ഇതൊരു സിമ്പിൾ. ഇനി അടുത്തത് പോരട്ടെ. 3 പീസില്
ഇതാ 3 പീസിന്റെ എ ലൈൻ സെറ്റ് ആണ് കേട്ടോ ഇത് വരുന്നത്. എ ലൈനില് കുറച്ച് ലെങ്ത് ആയിട്ട് ഞാൻ പിടിച്ചില്ല പറ്റിച്ചതാ. ഇതിന്റെ ഡിഫറെന്റ് കളേഴ്സ് കേട്ടോ, 4 കളർ ഷെയ്ഡാ വരുന്നത്. ഇനി ഇതൊരു 3 പീസ് ആണ്. പ്രിന്റഡ് ഷാള് വരും, ഡിജിറ്റൽ. അതില് സൈഡിൽ ഇങ്ങനെ ഒരു ലേസ് വർക്കിന്റെ ഡീറ്റെയിലിംഗ് വെച്ച് കാണിച്ചോ മാഡം? വെച്ച് കാണില്ലേ? അത് ഞാൻ വെച്ച് കാണിക്കുന്നതിനെ കണ്ടി നല്ലത്. ഈ കാണുന്നത് പ്രിന്റ് അല്ല, മൊത്തം വർക്ക് പഞ്ചസാര മുത്തുകൾ അല്ലെ? ഹാൻഡ് വർക്ക് ആണ്, ഹാൻഡ് വർക്ക് ആണ്, പഞ്ചസാര മുത്തുകൾ. അതില് നമുക്ക് ഡിജിറ്റലിന്റെ ഒരു ദുപ്പട്ടയാണ് വരുന്നത്. 3 പീസിന്റെ കോൺസെപ്റ്റ്. പിന്നെ ഇത് ലൈനിങ് അടക്കാണ് കേട്ടോ വരുന്നത്. പിന്നെ മഞ്ഞ നോക്ക് 3 പീസിന്റെ വെറൈറ്റീസ് എ ലൈനിലുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതൊക്കെ എന്ത് രസ, ഇതൊന്നും ഞാൻ കണ്ടില്ല. പക്ഷെ ഇതിനേക്കാളും ഭംഗി ഇതല്ലേ 3 പീസിന്റെ വെറൈറ്റി. ഏത് വേണമെങ്കിലും എടുക്കാട്ടോ. ഒരു മിനിറ്റ് അത് വെച്ച് അത് പിടിച്ചേ. ഇപ്പൊ ഇതാണെങ്കിൽ എംബ്രോയിഡറി വർക്കിൽ വരുന്നത്, ഇതാണെങ്കിൽ നമുക്ക് ചെറുതായിട്ടൊരു സീക്വൻസ് വർക്ക് ഡീറ്റെയിലിംഗ് ഒക്കെ വരുന്നുണ്ട്. ഇത് വെച്ച് കാണിച്ചു തരാം. നല്ല നല്ല കളേഴ്സ് അല്ലേ. പിന്നെ ഇതാണെങ്കിൽ ഫുൾ സ്റ്റോൺ വർക്കിൽ വരുന്നത്. അങ്ങനെ 3 ഡിഫറെന്റ് വർക്കാണ് ഇപ്പൊ നമ്മൾ കണ്ടിരിക്കുന്നത്. എ ലൈൻ സ്റ്റൈലിലാണ് കണ്ടോ, അടിപൊളി അല്ലേ? ഇനി ഇത് നല്ല അടിപൊളി ഷെയ്ഡാണല്ലോ. ഇത് ഡബിൾ ഷെയ്ഡാ വരുന്നത് കേട്ടോ, ഒരു റെസ്റ്റോറൻറ്റ് ആ ഒരു ഷെയ്ഡില്. ലുക്ക് അടിപൊളി. ഇത് അനാർക്കലി സ്റ്റൈലില്. ബാക്കിൽ അതിന്റെ ഫിനിഷ് എന്ന് പറയുമ്പോ പകുതിക്കാ നിൽക്കണം, ഫ്രണ്ടിലുള്ള പോലത്തെ സെയിം അത് തന്നെ കേട്ടോ. ഇതൊരു ഡിഫറെന്റ് മോഡൽ വീനെക്ക്. ഇതും ട്രെൻഡിൽ നിൽക്കുന്ന ഒരു സംഭവമാണ്, കോഡ് സെറ്റ്. ഇത് ട്രെൻഡിൽ നിൽക്കുന്നതാണ് കേട്ടോ. ഇത് കാണുന്നത് മൊത്തം എംബ്രോയിഡറിയുടെ ഡീറ്റെയിലിംഗ് ആണ്. ഇതിന്റെ പാന്റ് സിമ്പിൾ ആയിട്ടുള്ള പാന്റ്, പലാസോ ടൈപ്പ് ആയിട്ട് വരുന്നത്. ഇതാണ് ഇത്. ഇതുപോലത്തെ പറഞ്ഞ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ അപ്പം ഇങ്ങനെ വീണ്ടും ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കും. നല്ല ഡാർക്ക് മെറൂൺ ഷെയ്ഡില്. ഇത് വർക്കുള്ളത് ഹാൻഡ് വർക്ക്. അത് നെക്കിൽ മാത്രമല്ല, ഈ ഒരു വർക്ക് നെക്കിൽ മാത്രമല്ല സ്ലീവിന്റെ പോർഷനിലും ഈ ഒരു ഫുൾ വർക്ക് പോയിട്ടുണ്ട് കേട്ടോ. ഹാൻഡ് വർക്കിന്റെ ഡീറ്റെയിലിംഗ് ആണ് ഫുൾ വന്നിരിക്കുന്നത്. സൗണ്ട് പോയിട്ടില്ല. വർക്കിനെ കുറിച്ച് പറയുമ്പോ അതിന്റെ ഒരു സ്പെഷ്യാലിറ്റി പറയണ്ടേ. ഇതിലെങ്ങനെയാ ഇപ്പൊ ഇത് 4 എത്ര 5 അളവ്. അപ്പൊ മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ, ട്രിപ്പിൾ എക്സൽ അങ്ങനെ. അപ്പൊ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. ഇത് മഞ്ഞ. ഇത് ശരിക്കും ആക്ച്വലി ഒരു ഗ്രീനും എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് വരുന്നത്. ഇതും ഇപ്പൊ ട്രെൻഡിൽ നിൽക്കുന്ന ഒരു കളറാണ് കേട്ടോ ഈ ഒരു ഷെയ്ഡ്. അങ്ക്രക്ക സ്റ്റൈല് വേണമെങ്കിൽ പറയാം, പക്ഷെ അങ്ക്രക്ക അല്ല, ആ ഒരു മോഡലിലാണ് ഈ ഒരു നെക്കിന്റെ യോക്കിന്റെയും ഡീറ്റെയിലിംഗ് കൊടുത്തിരിക്കുന്നത്. വിത്ത് പാന്റ് എടുക്കാം. അതിന്റെ ഡിഫറെന്റ് കളേഴ്സ് കേട്ടോ. ഒക്കെ നല്ല നല്ല ഷെയ്ഡുകളാണ് വരുന്നത്. ഇതില് ഇപ്പൊ ആ ഒരു ഗ്രീൻ ആയാലും ശരി, പിങ്ക് ആയാലും, ഇത് ഡസ്കി പിങ്ക് ആയാലും എല്ലാം നല്ല 3 പീസ് അല്ലേ? 3 പീസിന്റെ ഇങ്ങനെയായിരിക്കും ഇതിന്റെ ലുക്ക് വരിക. കളേഴ്സ് ഡിഫറെന്റ് വരും. സൈസസ് ഒന്നായിരിക്കും കേട്ടോ. ഇതൊന്നും ഓപ്പൺ ചെയ്തേ. ഇത് ഇപ്പൊ കാണുമ്പോ ഈ ഒരു ലുക്ക് മനസ്സിലാവില്ലേ, പക്ഷെ ഇങ്ങോട്ട് തിരിച്ചപ്പോഴേ അതിന്റെ നെക്കിന്റെ വർക്ക് കണ്ടോ. ഇതൊന്നും നോക്കിയേ, പൊട്ടിക്കുക എളുപ്പമല്ല അല്ലേ? സൂപ്പർ ടാണ്, ലൈറ്റ് വെയിറ്റില്. ഇത് ചെറിയ സൈസാന്ന് തോന്നുന്നുണ്ട്. ഇപ്പൊ ഇത് പാകാവണില്ലല്ലോ, ഇപ്പൊ ചെറിയ സൈസാണ് വരുന്നത്. ഇതിന്റെ മിററിന്റെ വർക്കാണ് കേട്ടോ ഫുൾ വന്നിരിക്കുന്നത്. വലിയ മിറർ വർക്കിന്റെ ഡീറ്റെയിലിംഗ് ആയിട്ട് വന്നിട്ടുള്ള ഒരു കളക്ഷൻ. ഇത് വാട്ടിക്കൻ സിൽക്ക് ആ ഒരു മെറ്റീരിയൽ. 3 പീസിന്റെ ഒരു കോൺസെപ്റ്റ്. ദുപ്പട്ട വരുമ്പോ പ്രിന്റഡ് ദുപ്പട്ട ഇങ്ങനെയാണ്. അപ്പൊ ഈ ബണ്ടൽ പൊട്ടിക്കുന്ന സമയം പറഞ്ഞില്ലേ, ബണ്ടൽ പൊട്ടിക്കുന്നത് അത് എവിടെ വെച്ച് പൊട്ടിക്കുക? സാധാരണ ഇവിടെ നിന്നിട്ട് പൊട്ടിക്കാറ്. നമ്മള് ബണ്ടില് പൊട്ടിക്കുമ്പോഴത്തേക്ക് നമ്മള് ബണ്ടില് ഇവിടെ കൊണ്ടെടുക്കും. പിന്നെ കസ്റ്റമർ വരും, നമ്മള് ഓരോന്നും ഇങ്ങനെ കാണിക്കും, സാമ്പിൾ കാണിക്കും. ഗ്രൗണ്ട് ഫ്ലോറിലും ഉണ്ട്, പിന്നെ കൽക്കട്ട മുകളിലും പൊട്ടിക്കുന്നുണ്ട്. കുട്ടികളുടെ കളക്ഷൻസ് ആണ് മുകളിലത്തെ ഫ്ലോറിൽ ഇരിക്കുന്നത്. അപ്പൊ അവിടെയും ബണ്ടൽ പൊട്ടിക്കും, ഇവിടെ ബണ്ടൽ പൊട്ടിക്കും. അറ്റ് എ ടൈം അല്ല, ഇവിടുത്തെ കഴിഞ്ഞിട്ട് പിന്നെ എല്ലാരും കൂടി അങ്ങോട്ട് പോകും, പിന്നെ അവിടെ ബണ്ടൽ പൊട്ടിക്കും. ആ സമയത്ത് കാണണം കാഴ്ചകള്. പിടിക്കി ഷാളൊന്നും വേണ്ടേ? ഷോളാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് പറയുന്നത്. ഷോളാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ്. ഇവിടെയാണ് ഇതിന്റെ മെയിൻ വർക്കുകൾ കണ്ടോ. അപ്പൊ ഇതാണ് ഒരു ലുക്ക്. ഇതിന്റെ കളേഴ്സ് അവൈലബിൾ ആണ്. ഇതാ വീണ്ടും എടുത്ത് പറയാണ് കേട്ടോ. ഇതല്ലേ നമ്മുടെ കോഡ് സെറ്റ്, നമ്മൾ ആ ബ്ലാക്ക് ഇങ്ങോട്ട് തിരിഞ്ഞ കുട്ടി തിരിഞ്ഞാല് മൊത്തത്തിൽ എന്റെ മേത്ത് വീഴും. അത് നമുക്ക് പിന്നീട് കാണാം. ഓക്കെ,
പിന്നെ 3 പീസുകൾ കണ്ട ഒരുപാട് കോട്ടൺ കാണുന്നത് മൊത്തം ഓരോരോ ഡിഫറെന്റ് പീസുകളാണ്. ഇതെല്ലാം അല്ലേ 3 പീസുകളാണ്. ഒക്കെ ഡിഫറെന്റ് വർക്കുകളാണ്. നമുക്ക് എവിടെ കയറണം, എങ്ങനെ കയറണം, പിടിച്ചോ. അതെ അതെ തുറന്നിട്ട കാര്യങ്ങളോ. നമുക്ക് വേണ്ടേ ഇത് എംബ്രോയിഡറിയുടെ വർക്ക് അല്ലേ, റോമൻ സിൽക്കിലെ എംബ്രോയിഡറി വർക്ക് കേട്ടോ. സ്ട്രേറ്റ് ഫിറ്റില് റോമൻ സിൽക്ക്, വാട്ടിക്കൻ സിൽക്ക് എല്ലാ മെറ്റീരിയൽ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഈവൻ കോട്ടൺ, റയോൺ എല്ലാം. ഇതൊക്കെ നോർമൽ എന്ന് വെച്ചാൽ നമ്മള് 365 ഡേയ്സ് എപ്പോഴും പോകുന്ന ഐറ്റംസ് ആണ് ഇപ്പൊ കാണിച്ചോണ്ടിരിക്കുക. ഓണം സ്പെഷ്യൽ വരാൻ പോകുന്നേ ഉള്ളൂ. ഇതാ ഇത് സ്ട്രേറ്റ് ഫിറ്റിൽ തന്നെ വരുന്നത് കേട്ടോ. ഈ ഒരു കളർ ഡിഫറെന്റ് വരുന്നുണ്ട്. 3 പീസ് സെറ്റ്, ദുപ്പട്ട പറന്ന് പോവാ. ഇതാണ് 3 പീസ് കളക്ഷൻ. അതിന്റെ ലൈറ്റ് പേസ്റ്റൽ ഷെയ്ഡ്, നേരത്തെ കാണിച്ചത് ഡാർക്ക്, ഇതിന്റെ തന്നെ ലൈറ്റ് ഷെയ്ഡാണ് കേട്ടോ. ഇത്രയും കളേഴ്സ് 4 ഷെയ്ഡാണ് വരുന്നത്. ഇതാണ് ഇതിന്റെ ലുക്ക് വരുന്നത്. ഇനി ഒന്നുകൂടി ലൈറ്റ് ഷെയ്ഡിൽ വേണമെന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു ഓഫ് വൈറ്റ് എടുക്കാം. ഓ ഇതെന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ. ഇത് സിമ്പിൾ കുറച്ച് വർക്ക് വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇത് കാണുന്നത് മൊത്തം എംബ്രോയിഡറി വർക്കാണ്. പ്രിന്റ് അല്ല, എംബ്രോയിഡറിയുടെ ഡീറ്റെയിലിംഗ് ആണ്. സീക്വൻസ് വർക്കിന്റെ ഡീറ്റെയിലിംഗ് ഇതിൽ പോയിട്ടുണ്ട് കേട്ടോ. ഇത് പെൻസിൽ എംബ്രോയിഡറി വർക്ക് എന്നൊക്കെ ഇതിന് പറയാം. അതുപോലെ തന്നെ നെക്കിന്റെ ഡീറ്റെയിലിംഗ് കാണുന്നത് ഇതിലും ഫുൾ വർക്കാണ്. ഫുൾ വർക്ക് മീൻസ് ഈ കാണുന്നത് മൊത്തം എംബ്രോയിഡറി എംബോസ് ചെയ്തിട്ടുള്ള വർക്കാണ് കേട്ടോ. ഇതൊന്നും നീല ഓരോന്നോരോന്ന് പൊട്ടിച്ചാലാ നമുക്കൊരു ഐഡിയ കിട്ടുള്ളൂ. ഇപ്പൊ ഞാൻ ഇട്ടിരിക്കുന്നത് ഒരു ഡാർക്ക് ബ്രൈറ്റ് ഷെയ്ഡ്, അതിന്റെ സട്ടലായിട്ട് വേണം എന്ന് വെച്ചാൽ വേറെ നെക്ക്. ആഹാ ഇത് വേറെ നെക്ക്, ഇത് റൗണ്ട് നെക്ക്. ഇതാണ് പക്ഷെ ഇപ്പൊ ട്രെൻഡിൽ നടക്കുന്ന നെക്ക്. ഇതാണ്. ഇതിൽ സൈസസ് അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ വീഡിയോ കോൾ ചെയ്യുമ്പോൾ എല്ലാം കാണിച്ചു തരില്ലേ, സൈസസും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ടൊക്കെ പറഞ്ഞില്ലേ. എന്നാ ഇതോ അതിന്റെ കൂടെ തിരികെ വെച്ചോ. പോവണ്ട. ഇനി അപ്പുറത്തെ ആക്ച്വലി ഈ ഏറ്റവും തൊട്ട് ഈ കാണുന്ന ഏറ്റവും വരെ മൊത്തം 3 പീസിന്റെ ഫുൾ കളക്ഷൻസ് വരുന്നത്. വെസ്റ്റേൺ വെയറൊക്കെ ആ സൈഡാണ്. പിന്നെ ഈ വർത്തമാനം പറഞ്ഞിരിക്കാണ്ട് പണിയെടുക്ക. ഇങ്ങോട്ട് നോക്കിയേ, അത് പറഞ്ഞപ്പോ മിണ്ടാടുക്കണോ ഇങ്ങോട്ട് ഫേസ് കാണിക്കും മൂന്നാളോ. ഇത്രയ്ക്ക് ചോടയാ. എന്തായാലും നമുക്കൊന്ന് സംസാരിച്ചിട്ടുള്ള കാര്യമാണല്ലോ, ഇങ്ങോട്ട് തിരിഞ്ഞിട്ടുള്ള കാര്യമാണോ. ഒന്ന് തിരിയടാ, ഒരു ഹായ് പറയില്ലേ. അയ്യേ മോശം. എന്തായാലും പിന്നെ പിടിക്കാം. എന്തായാലും അപ്പൊ ഈ ഒരു കളക്ഷൻ നോക്കിയേ. ഇത് വരുന്നത് നമുക്ക് സീക്വൻസ് വർക്കും എംബ്രോയിഡറി വർക്കിന്റെ ഡീറ്റെയിലിംഗ് ഒക്കെ ആയിട്ടുള്ളതാണ്. ഫുൾ അനാർക്കലി സ്റ്റൈലിലാണ് കേട്ടോ. അപ്പൊ ഇനി ഈ പെണ്ണുങ്ങൾ മാത്രല്ല, ഇവിടെ ആൺകുട്ടികളും ഉണ്ട് വർക്കേഴ്സ് ആയിട്ട്. അവരും അവിടെ പണിയെടുത്തോണ്ടിരിക്കുക. ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുന്നൊന്നുമില്ല. ഇവിടെ ആൾക്കാരുണ്ടെന്ന് പറഞ്ഞിട്ട് ഹായ് പറഞ്ഞ എല്ലാരും കണ്ട. ഇതൊക്കെയാണ് നമ്മുടെ ഇവിടെ സ്റ്റാഫിന് ഒരു കുറവില്ല. ചേട്ടനെ കണ്ടില്ലേ പ്രതിയാ. അതാണ് കിട്ടി അത്രയും മതി. ഇനി അടുത്തത് വേഗം എടുത്തെടുത്ത് ഇനി നമുക്ക് എവിടേക്കാ പോണ്ടേ? കുട്ടികളുടെ ആക്ച്വലി ഞാൻ കുർത്തിയുടെ ഒരു സെക്ഷൻ നിർത്തിച്ചതാ. കുറെ ഉണ്ട് കാണിക്കാൻ. ബോയ്സിന്റെ എത്ര സൈസ് തൊട്ട് എത്ര സൈസ് വരെ അവൈലബിൾ? ഈ കാണുന്നത് ജനിച്ച കുട്ടി തൊട്ട് നമുക്ക് പിന്നെ 10 വയസ്സ് 10-15 വയസ്സായാലും കുട്ടികൾ തന്നെ. ഇനി കാണിക്കാം ബാബ സൂട്ട്. ഇത് ബനിയനും ട്രൗസറും ആയിട്ടുള്ളത്. ഈ ബാബ സൂട്ടിന്റെ സെക്ഷന്റെ ആള് വരുമോ? നമ്മുടെ എക്സ്പെർട്ട് എന്ന് പറയുന്നത് കുർത്തീസിനുള്ള എക്സ്പെർട്ടുള്ള ആളാണ്. ബാബ സൂട്ട് ഇതേ കൊണ്ടുവരുന്നു. കണ്ടോ ഇഷ്ടം പോലെ ഉണ്ടെന്ന്. അതെ ഞാനൊന്ന് ആളെ കിട്ടുമെന്ന് നോക്കട്ടെ. ചേട്ടൻ പറയില്ലേ? പിന്നെ അതെ നന്നായിട്ട് ഇതാ ബനിയനും ട്രൗസറും ആയിട്ടുള്ളത്. പിന്നെ ഇതിന്റെ ബോക്സിൽ വേണമെങ്കിൽ എടുത്ത് ഷർട്ടും ട്രൗസറും. പിന്നെ ഇത് ഏത് കാലത്തും ട്രെൻഡ് അല്ല, ഈ ഒരു ജാക്കറ്റ് ടൈപ്പ് ആയിട്ടുള്ളത്. ഇതിന്റെ ഉള്ളിൽ ബനിയൻ വരുന്നുണ്ട് കേട്ടോ. ഇത് ട്രൗസർ അടക്കം വരുന്നത്. പിന്നെ ഇത് എന്തുകൊണ്ട് വെക്കാൻ പറ്റില്ല? അവിടെ കിടക്കണേ അല്ലേ? ഇത് പാന്റ് അടക്കം അല്ലെ, 3/4 ആയിട്ടുള്ള പാന്റ്. ഇങ്ങനെ ഇതൊക്കെ എപ്പോഴും നമ്മൾ കുട്ടികൾക്ക് കാണുന്നത് തന്നെ. അതിന്റെ ഡിഫറെന്റ് കുറച്ചുകൂടി മെച്ചപ്പെട്ട് നല്ല ക്വാളിറ്റി വന്നു തുടങ്ങിയിട്ടുണ്ട്. കുട്ടികൾക്ക് എന്തെങ്കിലും ഹാർംഫുൾ അല്ലാത്ത വിധത്തിലുള്ള മെറ്റീരിയൽസ് ആണ്. നല്ല വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. എന്തൊരു ഈ കാണുന്നത് ഫുള്ള് അല്ലേ? ഇതൊന്നും എടുത്ത് കാണിച്ചില്ലല്ലോ. ഇതൊക്കെ നമുക്ക് ഡഗ്രി ടൈപ്പ് ആയിട്ടുള്ളത്.
നോർമലി ഉള്ളത് തന്നെ ഡംഗ്രിയില്. അതില് ഇത് ജീൻസിന്റെയും വരുന്നുണ്ട്, അതുപോലെ തന്നെ ബനിയൻ സ്റ്റഫിലും വരുന്നുണ്ട്. പിന്നെ ടീഷർട്ടും നോർമൽ ആയിട്ടുള്ള ഒരു ട്രൗസർ. അല്ല ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഈ കാണിക്കുന്നതൊക്കെ എങ്ങനെയാ എടുക്കേണ്ടത് അതൊന്ന് പറഞ്ഞേ. ഇങ്ങോട്ട് തിരി. ഇതിപ്പോഴെന്ന് പറഞ്ഞാൽ 20, 22, 24 6 പീസാണ്. ഈ 2 പീസ് വെച്ച് ഒരളവിൽ രണ്ട് കളർ. ഈ 2 പീസ് വെച്ച് 24ന്റെ 2 കളർ, 28ന്റെ 2 കളർ, അങ്ങനെ. അപ്പൊ അങ്ങനെ 6 സെറ്റ്. ഓക്കെ, അങ്ങനെയാണ് എടുക്കേണ്ടത് ബാബാ സൂട്ടിന്റെ. പിന്നെ ബാബാ സൂട്ട് 3 പീസ് ആയിട്ടുണ്ട്, 3 അളവിന്റെ. ആശിക 3 പീസിന്റെ ഇത് എടുത്തിട്ടുണ്ടായിരുന്നു. ഇതെന്താ സംഭവം? ഇത് എന്തിനോ എടുത്ത് വെച്ചു, പിന്നെ അത് മറന്നു പറയാനായിട്ട്. സൂട്ടാണ്. ഓ, കൊട്ടും സൂട്ട് ഇട്ട് നടക്കാം, അങ്ങനെ. ഇതൊക്കെ ഇങ്ങനെ 3 പീസായിട്ട് വരുന്ന ഐറ്റങ്ങളാണ്. ആക്ച്വലി ഇത് പാന്റും തോന്നുന്നുണ്ടല്ലേ? ഇത് പാന്റും അതുപോലെ തന്നെ ജാക്കറ്റ് ഒക്കെ പല പല കളറുകൾ. ഇതിന്റെ കളേഴ്സ് അവൈലബിൾ ആട്ടോ. ഇത് പിന്നെ ഇത് ഇങ്ങനെ നമ്മള് വാസൂട്ട് 3 പീസിന്റെ. ഇത് നോർമൽ ഹോൾസെയിൽ ആവുമ്പോ അങ്ങനെ തന്നെ ഈ ബോക്സിൽ 3 അല്ലെങ്കിൽ 6 അല്ലെങ്കിൽ 5 എത്രയുള്ളതെന്ന് വെച്ചാൽ അത് ഫുള്ള് എടുക്കണം എന്ന് നിർബന്ധമാണ്. ബനിയൻ സ്റ്റെപ്പില് വരുന്നതാണ് കേട്ടോ. പിന്നെ ഷർട്ടിൽ വരുന്നത്, പിന്നെ ജീൻസ് നമുക്ക് പാരച്യൂട്ട്, ബാഗി ജീൻസ്, ബാഗി ഉണ്ട്. കുറച്ച് വലിയ സൈസ് കുട്ടികളുടെ ജീൻസ് ബാഗി ഉണ്ട്. ഈ കാണുന്നത് മൊത്തം ജീൻസിന്റെ ജീൻസ് ഐറ്റംസ്, ജീൻസിന്റെ പല പല ഐറ്റംസ് ഉണ്ട്. എടുത്ത് എന്റെ ആശിക്ക് ഇപ്പോഴത്തെ ട്രെൻഡ് ആയിട്ടുള്ള പാരഷൂട്ട്, ബാഗി, അത് ഇതെന്നൊക്കെ പറഞ്ഞ അവന്റെ കയ്യിൽ കൊടുത്തൊക്കെ അവൻ പറയുന്നുണ്ട്. ഇവിടെ ആരും പറയാൻ റെഡി അല്ല, എല്ലാവർക്കും കൈകൊണ്ട് ഹായ് കാണിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ്. ഇത് കുട്ടികളുടെ ഏത് സൈസ് തൊട്ട് ഏത് സൈസാ? 22, 16 വാനിട്ട് 20 ഉണ്ട്. 16 വാനിട്ട് 20, 22, 24, 26, 32, 40 വരെ സൈസ്. 32, 40 വരെ സൈസ് വരുന്നുണ്ട്. അപ്പൊ ഈ പാന്റിന്റെ ഡിഫറെന്റ് കളേഴ്സ്, അതുപോലെ തന്നെ ഇപ്പോഴത്തെ ട്രെൻഡ് ആയിട്ടുള്ള പാന്റ്സ് അതും അവൈലബിൾ ആണ്. ഇതിപ്പോ ജീൻസിലാണ് കളേഴ്സ് വരുന്നത്. പല പല കളേഴ്സ്, ബ്ലൂ, സ്കൈ ബ്ലൂ ആണെങ്കിൽ അത് ഇതൊക്കെ അതിന്റെ കളേഴ്സ്. എത്ര കളേഴ്സ് വേണോ? അയ്യോ, ഏതൊക്കെ കളേഴ്സ് വേണമെങ്കിലും ചാടിക്കൊഞ്ഞി പുള്ളി അവിടെ അടഞ്ഞ് നിങ്ങളവിടെ സ്റ്റക്കായി നിക്കാണ്. അപ്പൊ ഒന്നെങ്കിലും ചാടേണ്ടി വരും. ക്യാമറയും കൂടെ ചാടണ്ടേ? ഞങ്ങൾ ചാടുമ്പോ ഞങ്ങളുടെ ക്യാമറമാൻ കൂടിയും ചാടിക്കോളേ. ചാടിക്കോ, എന്താ രക്ഷയില്ലേ? ചാടിക്കോ. ചാടി അങ്ങനെ. അപ്പൊ അതല്ല, ഈ പാന്റ് കാണിച്ച അതിന് മുകളിലേക്ക് ഷർട്ടൊന്നും വേണ്ടേ? ഷർട്ടുണ്ട്. അതെവിടെയാ കാണാ? ഷർട്ട് ബോയ്സിന്റെ ഷർട്ട് പല പല ഐറ്റംസ് ഉണ്ട്. അതിന്റെ പൗച്ചിനകത്ത് വരുന്നുണ്ട്, ബോക്സിനകത്ത് വരുന്നുണ്ട്. ഇത് പൗച്ച് പൊട്ടിക്കാൻ പറ്റുന്നില്ലേ? ഇത് എന്തുകൊണ്ടേ ആറ്റിക്ക ഇതാണ് ലുക്ക്. ഇങ്ങനെ ഇത് പൊട്ടിച്ചതിന് ശരിയാവില്ല, പണി കിട്ടും കച്ചവടക്കാർക്ക്. പല പല വെറൈറ്റീസ് ഉണ്ട്. ഇത് പോപ്കോൺ മെറ്റീരിയൽ ഉണ്ട്, പല മെറ്റീരിയൽസിൽ വരുന്നുണ്ട്. ഷർട്ടുകൾ പിന്നെ ബോക്സിൽ വേണമെങ്കിൽ ബോക്സ് ഐറ്റം ഉണ്ട്. ബോക്സ് ഐറ്റം എന്ന് പറയുമ്പോൾ അതിലൊരു പീസ് അല്ലേ വരെ? എത്ര പീസ് ഉണ്ട്? 3 പീസ്. തുറക്കട്ടെ. ഇങ്ങനെ 3 പീസിന്റെ ഉണ്ട്, അതുപോലെ 6 പീസിന്റെ വരുന്നുണ്ട്. ബോക്സ് പാക്കിംഗ്, പൗച്ച് പാക്കിംഗ്, ഇതൊക്കെ ട്രെൻഡ് അല്ലേ ഇപ്പൊ? ഷർട്ടൊക്കെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഈ ഷർട്ട് തുറന്നു കാണിച്ച് ഉടഞ്ഞു കഴിഞ്ഞാല് നമുക്ക് മടക്കി അത് കറക്റ്റ് ആ ഒരു ഇതിൽ വെക്കാനായിട്ട് ഇത്തിരി കൊണ്ടുപോകുന്നവർക്ക് ഫ്രഷ് ആയിട്ട് ഇരിക്കണം. അതെ, കച്ചവടക്കാർക്ക്. ഇനി നമുക്ക് കുട്ടികളുടെ പെൺകുട്ടികളുടെ സെക്ഷനിലേക്ക് കിടക്കാം. ഇതൊക്കെ ആമ്പിളര ബോയ്സിന്റെ ബാബാ സൂട്ടുകളാണ് ഈ കാണുന്നത്. ഇതൊക്കെ കിഡ്സ് സോൺ, ചെറിയ കുട്ടികളുടെ ജനിച്ച കുട്ടികൾക്ക് നമുക്ക്. അപ്പൊ ഇത് ഫുൾ ബോക്സ് എടുക്കണം കേട്ടോ. ഫുൾ ബോക്സ് ഒരു കളറിൽ തന്നെ വരുന്നത്. ഇത് കണ്ടോ, ഇത് ബനിയൻ മാത്രം അല്ലെങ്കിൽ ട്രൗസർ എടുക്കണ്ടോ? ട്രൗസർ അടക്കം വരുന്നുണ്ട് അല്ലേ? ട്രൗസർ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്, പല പല വെറൈറ്റീസ്. ഇത് എന്താ കിഡ്സ് സോണാ? കിഡ്സ് സോൺ. അപ്പൊ ഇത് കൂടാണ്ട് ഒരു പാർട്ടി വെയർ കളക്ഷൻ ഞാൻ അവിടെ ഒരു നോട്ട് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു സംഭവം തന്നെ ഇത് നല്ല രസമായിട്ടുണ്ട്. ഹുഡീസും അതുപോലെ തന്നെ ജാക്കറ്റ് മോഡൽ. വേറെ കേസുണ്ട്, കുട്ടികൾക്ക് ഒരു പീസ് ഒന്നും എടുക്കാതെ തരുന്നില്ല അവിടെ. മാഡം ചോദിച്ചാലും തരുന്നില്ല ഒരു പീസ്.
കേട്ടോ. ഞാൻ അതിനെന്തിനാ ചോദിക്കണേ, എനിക്ക് 3 കുട്ടികൾ ഒരുമിച്ചുള്ളതാ, മൂന്നാൾക്ക് മൂന്നാളെന്ന് 6 പീസ് എടുക്കും. അങ്ങനെ എടുക്കണം കണ്ട. 3 to 10 വയസ്സ് വരെ എടുക്കും. അപ്പൊ ട്രിപ്പിൾ കുട്ടികളാണെന്ന് പറഞ്ഞാലും ഒരു രക്ഷയില്ല, കപ്പിളാണെന്ന് പറഞ്ഞാലും ഒരു രക്ഷയില്ല. കച്ചവടക്കാർക്ക് സിംഗിള് തരത്തില്ല, കച്ചവടക്കാർക്ക് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത് എടുക്കുമ്പോ അതിന്റെ സെറ്റ് എത്രയൊക്കെയാണ് വെച്ചാൽ, അപ്പൊ ഈ കാണുന്ന ബോക്സ് ആണെങ്കിൽ ഈ കാണുന്ന ബോക്സിലുള്ള എല്ലാ ഐറ്റം എടുത്തിരിക്കണം, ഹോൾസെയിൽ ആയതുകൊണ്ട്. ഈ ഒരു ബോക്സിലും അങ്ങനെ തന്നെയല്ലേ. ഇതെന്ന് പറഞ്ഞാല് നമ്മുടെ ഷെർവാണി. ഓണത്തിന് നമുക്ക് ഇപ്പം ഒരു പരിപാടി നടത്തിയ എല്ലാം കൂടെ മൊത്തത്തിൽ ഒരു കരയോഗം എല്ലാം കൂടെ ഒരുമിച്ചിടണം വെച്ചാല് ഓണത്തിന് ഇതിന് മുകളിലിടാൻ മുണ്ട് എടുക്കാം. ഇതുണ്ട്, പാന്റ് ഉണ്ട്. പാന്റ് ഉണ്ട്, പക്ഷെ ഓണത്തിന് മുണ്ട് ഇടുമ്പോ വേറെ കളേഴ്സ് ഉണ്ട് കേട്ടോ. പല പല കളേഴ്സ് ഉണ്ട്. അപ്പൊ ആ ബോക്സിൽ എത്ര സൈസ് ഉണ്ടെന്ന് പല പല കളേഴ്സ് ഉണ്ട്. അതെ, എല്ലാം സെറ്റ് ആയിട്ട് എടുക്കണം. സെറ്റ് നിർബന്ധമാണ്. ഇനി നമുക്ക് പെൺകുട്ടികളുടെ ഭാഗത്തേക്ക് പോയാലോ? പെൺകുട്ടികളുടെ ഇപ്പൊ പൊട്ടിച്ച് വെച്ചത് ഇങ്ങനെ തുടങ്ങി പോവാ. ആയിക്കോട്ടെ. ഇത് കാണുന്നത് ഫുൾ ലാച്ചയുടെ സൈസ് ഒക്കെ എത്ര വരുന്നത്? 16, 20, 22, 32, 34, 36, 38. ഓക്കെ, എങ്ങനെയാണ് സൈസ് വരുന്നത്? അതിന്റെ ഡിഫറെന്റ് മോഡൽസ് വരുന്നുണ്ട്. അതിന്റെ 3 ഇപ്പൊ ഡമ്മിലിട്ടത് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. ഇത് ലാച്ചിനില്ലേ? ഇത് ലാച്ച, അത് സറാറ ഗറാറ, പിന്നെ അത് ഗൗൺ. അപ്പുറത്തെ ഇത് 2 പീസ് 3 പീസ് അങ്ങനെ വരുന്നത്, 3 മോഡലായിട്ട് വരുന്നത്. ഇനി ഇത് റിന്യൂ അപ്ലിക്കും. സത്യം പറഞ്ഞാൽ എനിക്ക് പിടിക്കാൻ പറ്റില്ല, അതാണ് സത്യസ്ഥ. ഇങ്ങനെയാണ്. ഇപ്പൊ ഇതില് സൈസ് വരുന്നത് 22, 30. ഓക്കെ. ഇത് അതിന്റെ ഫ്രണ്ട് പൊട്ടിച്ച് കാണിക്കാൻ പറ്റില്ല കേട്ടോ. ഫ്രോക്ക് മോഡൽ പിന്നെ റിപ്പബ്ലിക് ഡേ അങ്ങനെ ഉള്ള ഐറ്റംസ് ആണെങ്കിലും ടീഷർട്ട് ആണെങ്കിലും ഏതാണെങ്കിലും ഇത് ഒരെണ്ണം ഓപ്പൺ ചെയ്യാൻ പറ്റുമോ? ഇതൊരു വെറൈറ്റി അല്ലേ? ഇപ്പൊ ഒരു നമ്മുടെ ഓഗസ്റ്റ് 15 വരെ അതിന് നമുക്ക് വൈറ്റ് ജുബ്ബ വേണമെങ്കിൽ ജുബ്ബ ഉണ്ട്, ടീഷർട്ട് ഉണ്ട്. സ്കൂളുകാർക്കൊക്കെ കൂടുതൽ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പൊ കടക്കാര് വേണമെങ്കിൽ മേടിച്ചു വെച്ചോ, സ്കൂൾ കുട്ടികൾക്കുള്ളത് അല്ലെ? ഓഗസ്റ്റ് 15 വരെ അല്ലേ? അതെ, നമുക്ക് ജുബ്ബ വേണമെങ്കിൽ ജുബ്ബ, വൈറ്റ് ജുബ്ബ. ഇതിപ്പോ ആൺകുട്ടികൾക്കുണ്ട്, ഇത് പെൺകുട്ടികളുടെ. ഇതിലും സൈസസ് അവൈലബിൾ അല്ലേ? അപ്പൊ ഓഗസ്റ്റ് 15 തകർത്തോ? അപ്പൊ മുകളിൽ ഇവിടൊക്കെ വേണ്ടതുണ്ട്. വെസ്റ്റേൺ കുട്ടികളുടെ വെസ്റ്റേൺ റെഡിയാക്കി എല്ലാം റെഡിയായിരിക്കല്ലേ ഡമ്മിക്കകത്ത്. ഏത് മോഡൽ വേണമെന്നല്ലേ? ഇതിന്റെ ഇപ്പൊ ഏതെടുത്താലും സൈസസ് ലാസ്റ്റ് സൈസ് വരുന്നത് ഇത് 22, 32, പിന്നെ 16, 18, 20, 34, 36, 38. കാണിച്ചോ എല്ലാവർക്കും കാണിക്കാനുള്ളത്. അതെ, ഇത്രയും വെറൈറ്റീസ് ഉണ്ട്. ജാക്കറ്റ് മോഡൽ 3 പീസ് 2 പീസ് ഫ്രോക്ക് ആയിട്ടുള്ളത്. ഇതൊക്കെ ജാക്കറ്റ് മോഡൽ വരുന്നത്. ഇതാ ഫ്രോക്ക് ആയിട്ടുള്ളത്. ഇതൊക്കെ ഇങ്ങനെ നിവർത്തി കഴിഞ്ഞിട്ടില്ല. എന്റെ ഇത് പാവാടയല്ലേ? ഇതേ ഓവർകോട്ട് ടൈപ്പ് 3/4 ജീൻസ് അതില്. ഇതേ ഇനി ഇത് ഫ്രോക്ക് ആയിട്ട് 2 പീസിന്റെ സെറ്റ്. ഈ മോഡൽസ് ഒക്കെ നമ്മൾ കുട്ടികളെ കണ്ടിട്ട് കുറെയൊക്കെ എന്താ പറയുക ഇമ്പോർട്ടഡ് ഫാബ്രിക്കാണ് വരുന്നത്. അതുപോലെ കംഫർട്ടബിൾ സോൺ ആണ്. കുട്ടികളുടെ എന്ന് പറയുമ്പോൾ നമുക്ക് ക്വാളിറ്റിനെ കുറിച്ച് ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല, അത്രയും ക്വാളിറ്റി ഉള്ളതായിരിക്കും. ഓവർകോട്ട് സ്റ്റൈല്. ഇത് 3/4 ടൈപ്പ് ആയിട്ടുള്ള വരുന്നത്. ഇതാ അങ്ങനെ അവിടെ കുറേ ഉണ്ടല്ലേ. ഇതാ ഇത് ചെറിയ ഇത് ട്രൗസർ ടൈപ്പ്, ട്രൗസറും ബനിയനും പെൺകുട്ടികൾക്കുള്ളത്. അപ്പൊ ഇനി ഇവിടെ എന്താ കാണിക്കാൻ വന്നത്? മൈൻഡ് ചെയ്യാണ്ട് ഇപ്പൊ ആള് പതുക്കെ സ്കൂട്ട് ആവണു. പല പല ഐറ്റംസ് ഉണ്ട്. വെസ്റ്റ് ഉണ്ട്, കാപ്രി സെറ്റ്. ഇത് കാപ്രി വിത്ത് ടോപ്പ്, ടോപ്പ് വരുന്നുണ്ട്. ഹാഫ് സ്കേർട്ട് പറയൂ. ഇത് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ ജീൻസ് ആയിട്ട് വരുന്നുണ്ട് കുട്ടികളുടെ, പെൺകുട്ടികളുടെ. ജീൻസ് ആയിട്ട്, പക്ഷെ സെറ്റ് ആയിട്ട് എടുക്കണം കേട്ടോ, ഒരു പീസ് ഇല്ല. ഇതാ ഇങ്ങനത്തെ മോഡലുകള് കുട്ടികൾക്കെന്നൊക്കെ പറയുമ്പോ എപ്പോഴും ഇങ്ങനത്തെ മോഡൽസിനെ കൂടുതൽ ഫാൻസി ഐറ്റംസ്. ഈ കാണുന്ന ഏരിയ മൊത്തം പെൺകുട്ടികളുടെ ഈ കാണുന്ന കോട്ട് സെറ്റുകള്. കുട്ടികൾക്ക് വന്നില്ല കോട്ട് സെറ്റ്, കുട്ടികളുടെ കോട്ട് സെറ്റ് കേട്ടോ. ഇങ്ങനെയായിരിക്കും ഇതിന്റെ ലുക്ക് വരുന്നത്. പിന്നെ ഇതിന്റെ ഡിഫറെന്റ് കളേഴ്സ്. ഏതാ സൈസ് വൈസ് എടുത്ത് വെച്ചിട്ടാണല്ലേ? 16, 18, 20. 16, 18, 20ന്റെ നൈസ് എല്ലാ ഐറ്റംസും ഉണ്ട്. ഇങ്ങനെ ഇതൊന്നും കാണിച്ചത് ശരിക്കും പറഞ്ഞാൽ പോരാ. ഇതിന്റെ ശരിക്കുള്ള ലുക്ക് കാണണമെങ്കിൽ മുകളിലത്തെ ഫ്ലോറ് ഫുള്ള് കാണണം അല്ലെ? ആ ഫ്ലോർ ഫുൾ കംപ്ലീറ്റ് മൊത്തം ബെസ്റ്റ് ആണ്. മുകളില് കുറച്ച് റീസണബിൾ ആയിട്ടുള്ള റേറ്റ്, നല്ല ഐറ്റങ്ങൾ, എഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ്. ഓക്കെ, മുകളിലും കുട്ടികളുടെ തന്നെയാണ് കേട്ടോ മൊത്തം കളക്ഷൻസ് വരുന്നത്. ഏത്
ഇത് അതായത് 30-40 ഒരെണ്ണെടുക്ക് നോക്കട്ടെ. 30-40. ഓക്കെ, ഇതും അറ്റാച്ച്ഡ് ആണ് കേട്ടോ. കുട്ടികൾക്ക് പിന്നെ അറ്റാച്ച്ഡ് വേണം, അല്ലെങ്കിൽ എന്നേരം ഇങ്ങനെ വീണ് പോവും. അടുത്തത് നോക്കുകയാണെങ്കിൽ ഇതാ ഇതെല്ലാം 30-40 ആ ഒരു മോഡൽ സ്റ്റോൺ വരുന്നത്. ലൈറ്റ് ഷെയ്ഡിൽ പേസ്റ്റൽ ഷെയ്ഡിൽ വരുന്നുണ്ട്, അതുപോലെ ഡാർക്ക് ഷെയ്ഡിലും വരുന്നുണ്ട്. കുട്ടികളുടെ കളക്ഷൻസ് കേട്ടോ, വേണ്ടതുണ്ട്. കുട്ടികളുടെ മാത്രമായിട്ടുള്ള ഒരു ഷോപ്പാണെങ്കിൽ അടിപൊളിയായിരിക്കും അല്ലെ, കുറേ വെറൈറ്റീസ് ഉണ്ട് ഇതില്. അപ്പൊ ഇനി നമുക്കൊന്ന് മുകളിലേക്ക് പോയി നോക്കിയാലോ, എന്താണ് മുകളിലേക്ക് പോവാം. മുകളിലേക്ക് പോകുമ്പോഴേ ആ സൈഡില് ഈ താര മുകളിലുണ്ട് അല്ലേ, മുകളിലുണ്ട്. അപ്പൊ അങ്ങോട്ട് പോവാം. മുമ്പ് വണ്ടില് താഴെയല്ലേ പൊട്ടിക്കൊണ്ടിരുന്നത്, താഴെയും പൊട്ടും മുകളിലും പൊട്ടും. മുകളില് പൊട്ടും, എന്ത് പൊട്ടും? ബണ്ടല് പൊട്ടും. ഓക്കെ, മുകളിലപ്പോ കുട്ടികളുടെ ഗിഫ്റ്റ് പർപ്പസിന്. ഇത് താര ബ്രാൻഡ് തുറക്ക്. ഇത് ചെറിയ കുട്ടികൾക്ക് തൊട്ട് എത്ര വയസ്സ് വരെ നമുക്ക് ഈ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് 16, 18, 20, 22, 24 അങ്ങനെ. നല്ല ഷെയ്ഡ് അല്ലേ ചേട്ടോ? മുഖം കാണിച്ചു ഒരു ഹായ് പറഞ്ഞോ. കഴിഞ്ഞ പ്രാവശ്യം ചേട്ടൻ ആരായിരുന്നു വീഡിയോയില്? മൂസ പോയാ? അതെ, പകരത്തിനൊന്ന് ഈ ഒരു ഏരിയയില് അല്ലേ? അവർക്കൊരു സപ്പോർട്ടിന് വേണ്ടി നടക്കില്ല ഞങ്ങൾ നിന്നതാണ് അല്ലേ? ഓക്കെ. അപ്പൊ പെട്ടെന്ന് അങ്ങനെ കാണിക്കാം നമുക്ക്. ഓക്കെ, ഇത് ഇങ്ങനെ ബോക്സ് പാക്കിംഗ് വരുന്നത് ബർത്ത്ഡേ ഫ്രോക്ക് ആണ്, നമുക്ക് ഫാൻസി ഫ്രോക്ക്. ഓക്കെ, ലൈറ്റില് ഡാർക്കില് അങ്ങനെ കുട്ടികൾക്ക് എന്ന് പറയുമ്പോ ലൈറ്റ് ഡാർക്ക് ഒന്നും നോക്കണ്ട, നല്ല ഷെയ്ഡുകളാ. അതിന് സൈസസും അവൈലബിൾ ആണ് കേട്ടോ. ഒക്കെ വരെ ഈ ജസ്റ്റ് ഈ ഒരു ഇതിന്റെ ലുക്ക് ഒന്ന് നോക്കിയേ. ഫുൾ കാണുന്നത് നമുക്ക് ബോക്സ് ഐറ്റംസ് ആണ് മൊത്തം ഇരിക്കണത് കേട്ടോ. ഇത് ഓടി ക്യാമറ ഓടും ഫുൾ കളക്ഷൻസ്. അത് നമുക്ക് ഇതൊക്കെ എടുത്ത് കാണണമെങ്കിൽ ഇവിടെ വന്ന് ഇങ്ങനെ തുറന്ന് ഓരോന്ന് അതെ വിശുദ്ധമായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം. അത്രയും കളക്ഷൻസ് ഉണ്ട്, അത്രയും അപ്പൊ ഒന്ന് ഇനി ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് ബാക്കിയൊന്നും നോക്കാം. നമുക്ക് എവിടെ നിന്ന് തുടങ്ങണ്ടേ? അപ്പൊ ആൾക്ക് കൊടുക്കാം അല്ലെ? ആള് കുറച്ചുകൂടി നന്നായി പറയും തോന്നുന്നുണ്ട്. പറഞ്ഞേ. പനിയാ? താരയുടെ തന്നെ വേറെ കളറുകളാണിത്. പിങ്ക്, റാണി പിങ്ക്, പീച്ച് കളർ. ഈ കാണിക്കുന്നതൊക്കെ ഡിസൈൻസ് വേറെ വേറെയാണ് പല മോഡലുകളാണ് ഇത് എല്ലാ ഐറ്റവും. ആണ്ടേ റെഡിനകത്ത് തന്നെ വേറൊരു മോഡൽ. ഇനിയിപ്പോ ഞങ്ങൾ കച്ചവടക്കാർ വരുമ്പോ എടുക്കുമ്പോ എങ്ങനെയാ എടുക്കേണ്ടത്? ഇപ്പൊ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിനാകുമ്പോ ഒരു കളറിൽ തന്നെ 4 അളവ് കിട്ടും. 16, 18, 20, 22 4 അളവ്. പുതിയതായിട്ടുള്ള പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിട്ട്, സ്ഥിരമായിട്ടുള്ളവർക്ക് അവർക്ക് അറിയാം എന്താന്നുള്ളത്, നല്ലൊരു ഹിന്റ് കൊടുക്കേണ്ടത്. അതെ, ഇതിന് ഈ മോഡലിൽ തന്നെ 4 അളവാണ്. എല്ലാത്തിനും 4 അളവ് വീതമുണ്ട്. എല്ലോ ഇത് നമ്മൾ കാണിച്ചില്ല. ഇനി നമുക്ക് അങ്ങോട്ട് പോയാലോ? അവിടേക്ക് പോവാം. ഇത് ഫുൾ കാണുന്നത് കിഡ്സ് മാത്രമേ ഉള്ളൂ കേട്ടോ. കിഡ്സ് അത് ബോക്സ് പാക്കിംഗിൽ വരുന്നത്. അത് ലോ ബഡ്ജറ്റ് തൊട്ട് കൂടുതലും ലോ ബഡ്ജറ്റിന്റെ ഒക്കെയാണ്. ലോ മീൻസ് നമുക്ക് എഫോർഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ബഡ്ജറ്റ്. ഇത് ചെറിയ കുട്ടികളുടെ 6 മാസം പ്രായത്തിനും 1 വയസ്സ് വരെ ഉപയോഗിക്കാവുന്ന അളവുകളാണ്. ഇത് പെൺകുട്ടികളുടെ തന്നെ റോമർ ടൈപ്പ് തന്നെയാണ്. അതിന്റെ 3 കളറാണ് വരുന്നത്. ഇത് 3 കളർ. ഓക്കെ, 3 കളർ. പിന്നെ പറഞ്ഞു ഇത് ഡാങ്കിരി ടൈപ്പ് ഫ്രോക്ക് ആണ് വരുന്നത്. ഇതൊരു 10 വയസ്സിന് ഉപയോഗിക്കാവുന്ന അളവുകളാണ്. ഇത് അതിന്റെ വേറൊരു മോഡലാണ്, അതിന്റെ വേറൊരു പാറ്റേൺ ആണ്. ഇത് വേറൊരു പാറ്റേൺ ആണ്. തുണിക്കും മാറ്റുണ്ട്, പാറ്റേണും മാറ്റണം, മോഡൽസ്. ഇത് സിംഗിൾ ഒറ്റതാണ്, അറ്റാച്ച്ഡ് അല്ല, ഒറ്റ സൈഡാണ്. ഷോർട്ട്സ് ആയിട്ട് വരും, റോംബർ ടൈപ്പ് തന്നെ. ഇത് അതിന്റെ ഡാങ്കിരി തന്നെ ഫ്രോക്ക് വരുന്ന ടൈപ്പ്. സൈഡ് ഇങ്ങനെ ഈ ഒരു ലൂസ് ടൈപ്പ് ആയിട്ടുള്ള വരുന്നത്. ഇത് 16, 18 ചെറിയ ഫ്രോക്കുകളാണ്. ഇതിന്റെ ഇതൊരു മോഡലുണ്ട്, ഇതൊരു മോഡലുണ്ട്. ഈ ഡാങ്കിരിയുടെ തന്നെ ചെറിയ അളവുണ്ട്, 1 വയസ്സിന്റെ അളവ് പ്രായമുള്ളതാണ്. ഇത് അതിന്റെ വെസ്റ്റേൺ മിഡി ടോപ്പാണ്, മിഡി ടോപ്പായിട്ട് വരുന്നതാണ്. ഇത് അതിന്റെ വേറൊരു മോഡല്. ഇത് ഷോർട്ട്സ് ആയിട്ട് വരുന്നത്, ഷോർട്ട്സും ടോപ്പുമായിട്ട് വരുന്നതാണ്. ഇത് ജീൻസിന്റെ മീഡിയം ടോപ്പുമായിട്ട് വരുന്ന ഐറ്റമാണ്. ഇതും ജീൻസിന്റെ മീഡിയം ടോപ്പുമായിട്ട് വരുന്ന ഐറ്റമാണ്. ഈ അടിയിലത്തെ ജീൻസ് കേട്ടോ. ഇത് റിങ്കിൾ ടൈപ്പ് മിഡി ടോപ്പ്. ഇത് വലിയൊരു കോട്ട് സെറ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യണ ആ ടൈപ്പിന് തന്നെ ചെറിയ മീഡിയം ടോപ്പായിട്ട് വരുന്നതാണ്, വലിയ പ്രിന്റൊക്കെ വരുന്നത്. ഇത് മീഡിയം ടോപ്പാണ്. ഇത് വെസ്റ്റേൺ ടൈപ്പ് പാന്റ് ആയിട്ട് വരുന്നത്, കോട്ട് സെറ്റ് മോഡൽ. കോട്ട് സെറ്റ്. ഇത് അതിന്റെ വേറൊരു മോഡല്.
ഇത് കുട്ടികളെ ഇട്ടിട്ട് ഇങ്ങനെ നല്ല ട്രിങ്കിൾ ആയിട്ട് കിടക്കും. സ്പ്രിംഗ് ടൈപ്പ് ആണ്, സ്ട്രെച്ചബിൾ മെറ്റീരിയൽ. അതുകൊണ്ട് ഈ ടൈപ്പ് ഉണ്ട്. ഇതും കോട്ട് സെറ്റ് തന്നെയാണ്, വർക്ക് വരുന്നത് ഹാൻഡ് വർക്ക്, എംബ്രോയിഡറി വർക്ക് കേട്ടോ. ഇത് വേറൊരു മോഡൽ ലൈറ്റ് ഷെയ്ഡില്. ഇത് അറ്റാച്ച്ഡ് തന്നെ ഓവർകോട്ട് ആയിട്ട് വരുന്നതാണ്. ഓവർകോട്ട് അറ്റാച്ച്ഡ് ചെയ്ത് വരുന്നതാണ്. ഇത് ജീൻസിന്റെ ടോപ്പും അല്ല ജീൻസിന്റെ പാന്റും ടോപ്പും ആയിട്ട് വരുന്നത്. ഇത് ഇമ്പോർട്ടഡ് ഫാബ്രിക്കിലാണ് വരുന്നത്. പിന്നെ ഇത് അതേക്കന്നെ ഡോട്ട് ആയിട്ട് വരുന്നത്. ഡോട്ടിന്റെ തന്നെ ജീൻസ് പാന്റും ഓവൽ ടൈപ്പ് കട്ടിങ്ങും ആണ്. ഇത് കോട്ട് അറ്റാച്ച്ഡ് ചെയ്ത് തന്നെ വരുന്നതാണ്, വെസ്റ്റേൺ ടൈപ്പ് തന്നെ. ഇതും ജീൻസിന്റെ തന്നെ പാന്റും ടോപ്പും ആയിട്ട് വരുന്നതാണ്. ഇത് മറ്റേ സ്ട്രെച്ചബിൾ മെറ്റീരിയൽ വരുന്നത് തന്നെ. പാന്റ് ഒരു വെറൈറ്റി ആണ് അതിന്. പാന്റിന്റെ ഭാഗം കുറച്ച് ഫ്രീ ആയിട്ട് കിടക്കും, ലൂസ് ആയിട്ട് കിടക്കുന്ന പാന്റ് ആണത്. ഇത് കോട്ട് സെറ്റ് കോളർ വരുന്നതാണ്. കോളർ വരുന്ന ടൈപ്പ് ആണ്. ഇത് ഓവർകോട്ടിന്റെ തന്നെ ഐറ്റം ആണ്, ഓവർകോട്ട് ആയിട്ട് വരുന്നത്. ഇത് കട്ടിങ്സ് പ്രത്യേക ഒരു കട്ടിങ് ആണിത്, ഓവൽ കട്ടിങ്. പക്ഷെ എന്നാ ഉള്ളില് ബനിയൻ ഉണ്ട്, അങ്ങനെ കാണുന്നില്ല. ഫുള്ള് നല്ല ഐറ്റം, അത് അറ്റാച്ച്ഡ് ആണ്. ഓക്കെ. ഇനി അടുത്ത നമുക്ക് എന്ന് പറഞ്ഞാൽ ഈ ഫ്രോക്ക് വരുന്നുണ്ട്. 34, 36, 38 ടൈപ്പ് തന്നെ ഈ ഫ്രോക്കുകൾ വരുന്നുണ്ട്. വേണ്ട വിവിധ ഇനം കളറുകളാണ് അതിന്റെ. ഇതൊക്കെ പല 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 കളറുകളാണ് അതിന്റെ തന്നെ. വേണ്ട ഈ പിസ്ത ഗ്രീന്, ടൊമാറ്റോ പീച്ച്, മെറൂൺ ഷെയ്ഡ്, യെല്ലോ. ഇത് സൈസ് ഒക്കെ എങ്ങനെയാണ്? സഫയർ ബ്ലൂ, ഒണിയൻ പിങ്ക്, ടെയിൽ ബ്ലൂ, പിങ്ക്, ഇത്രയും കളർ ഉണ്ട് അതിന്റെ തന്നെ. സൈസ് 34, 36, 38 മൂന്നളവാ വരുന്നത്. 34, 36, 38 അങ്ങനെ മൂന്നളവിലായിട്ട് വരുന്നതാണ് ഇത്. ഐറ്റം ആണത്. ഇത് പെൺകുട്ടികളുടെ സെക്ഷൻ ആണ്. പെൺകുട്ടികളുടെ സെക്ഷൻ. ഇനി ബോയ്സിന്റെ ആണെങ്കിൽ അതിന്റെ ഉണ്ട്. പിന്നെ ബോയ്സിന്റെ വേണ്ട. കച്ചവടക്കാര് പറയില്ലേ ആൺകുട്ടികളുടെ മാത്രം കാണിച്ചില്ലേ പെൺകുട്ടികളുടെ കാണിച്ചു എന്ന് പറയില്ലേ. ഇത് ഈ സൈഡ് വരണമെങ്കിൽ ബോയ്സിന്റെ ഇവിടെ ഉണ്ട്. അപ്പൊ താഴത്തും നമ്മൾ ബോയ്സിന്റെ കാണിച്ചു. അത് ഇതും നമ്മൾ എന്താ മാറ്റം? ഇതാകുമ്പോ കുറച്ചുകൂടി റേറ്റ് കുറവാണ്. അതിനേക്കാൾ കുറച്ചുകൂടി റേറ്റ് കുറവായിരിക്കും. കുറച്ച് സിംഗിൾ ബോക്സ് പാർട്ടി വെയർ ഐറ്റം ആണ്. ഇത് കുറച്ച് സാധാരണ നോർമൽ ഐറ്റം, വില തോതായിട്ട് വിൽക്കാൻ പറ്റുന്ന ഐറ്റംസ് ആണ്. അതിന്റെ തന്നെ ഷോർട്സ് തോതുവില. അങ്ങനെ അപ്പൊ റേറ്റ് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. അപ്പൊ റേറ്റ് അറിയണമെങ്കിൽ നേരിട്ട് വിളിക്കുക, കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ. ഒരു കാണിച്ചു കൊടുത്തേ. ഇപ്പൊ നമ്മൾ നേരത്തെ കാണിച്ചു അതിൽ എത്ര പീസ് വരും? 3 കളറായിട്ട് വരും. അതൊന്ന് കാണിച്ചു കൊടുത്തേ. ഹൈ ഗ്രീൻ വരും, ഇവിടെ ഗ്രീൻ, യെല്ലോ, പിങ്ക്, അങ്ങനെ 3 ഷെയ്ഡായിട്ട് വരുന്നതാണ്. അതിന്റെ 3 കളറായിട്ടാണ് വരുന്നത്. ഈ 3 ഷെയ്ഡ് ആകുമ്പോ സൈസ് എങ്ങനെ വരുന്നത്? സൈസ് ഇത് 16, 18 അളവിലാണ് വരുന്നത്. 1 വയസ്സ് 6 മാസം അങ്ങനെ 2 പറയാം. 6 മാസം തൊട്ട് 1 വയസ്സ് വരെ അങ്ങനെ അതേ ടൈപ്പ് തന്നെ വരുന്നതാണ്. ഇത് ഫുൾ സ്ലീവ് ഇതും വരും, ഷർട്ടുമാണ്, പാന്റ് ഇത് കണക്കും വരും. കോട്ട് സെറ്റിന്റെ തന്നെ വരുന്ന മോഡലാണ് ഇത്. ഈ ടൈപ്പിനായിട്ട് വരുന്നതാണ്. ഇതിന്റെ 3 കളറാണ് വരുന്നത് കേട്ടോ. 3 കളറാണ് ഇതിന്റെ വരുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് എഫോർട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ബൾക്ക് ആയിട്ട് എടുക്കണം. മറ്റോട്ടാകുമ്പോ ബോക്സ് പാക്കിങ്ങിന് സിംഗിൾ ബോക്സ് ആയിട്ട് 6 പീസ്. ഇത് ഒരു ബോക്സിനകത്ത് 6 പീസ്. ഇത് വില വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. വില കുറച്ച് തോതുള്ള ഐറ്റം അങ്ങനെ. ഇതും പാന്റ് അതിന്റെ കളർ വേറൊരു കളറാണ്. ഇനി ഇപ്പുറത്തെ സൈഡ് ഇല്ലേ ബോയ്സിന്റെ? ബോയ്സിന്റെ ഇവിടെ ഉണ്ട്. ഗ്യാപ്പിൽ കൂടെ കേറാം. യെസ്. ഇത് തന്നെ ബോയ്സിന്റെ കുറഞ്ഞ റോളർ സെറ്റ് ആണ്. ഇത് വില തോതാണ്, നല്ല തോതുള്ള റേറ്റ് ആണ്. ഇതിന്റെ അതിന്റെ കൈ തോതുള്ള ഐറ്റം ഇവിടെ ഇരിക്കുന്നത്. അതിന്റെ തന്നെ 3 ചാർട്ടായിട്ട് വരും. എല്ലാം വരും. 3 കളർ ഷെയ്ഡാണ് വരുന്നത്. അതും ഇങ്ങനെ സെപ്പറേറ്റ് ആക്കാൻ പറ്റുന്ന വിധത്തിൽ. അപ്പൊ ഉഷ്ണിക്കുന്ന സമയത്ത് ഇത് മാത്രം ഇട്ടാൽ മതി, തണുപ്പ് സമയത്ത് ഇതും കൂടി ഇടാം. അതിന്റെ 3 കളറായിട്ട് വരുന്നതാണ്. 3 കളർ. അതിനകത്ത് തന്നെ അല്ല കുട്ടികൾക്ക് ഇത് തൊടുമ്പോ നല്ല ഒരു സോഫ്റ്റ് മെറ്റീരിയൽ ആണ്. ബനിയന്റെ തന്നെ സോഫ്റ്റ് മെറ്റീരിയൽ ആണ്. ഇത് ഷർട്ട് നിക്കറുമായിട്ട് വരുന്നതാണ്. ഷർട്ട് നിക്കറുമായിട്ട് വരും. നോട്ട് ഇട്ടാലും എനിക്ക് ഇത്ര പ്രായത്തിലുള്ള കുട്ടി ഇല്ല. കുട്ടികളൊപ്പം ഇതിനെ കുറിച്ച് ഇത് ഷർട്ട് നിക്കറുമായിട്ട് വരുന്ന ഐറ്റം ആണ്. ഇത് അതിന്റെ 3 കളറായിട്ടാണ് വരുന്നത്. കളേഴ്സ് കാണിച്ചില്ലേ? വേറെ മോഡൽ എടുത്തോ. കൊറേ ഉണ്ടല്ലേ കാണിക്കാണെങ്കിൽ. ഒരുപാടുണ്ട്. ഇത് ആ ബോയ്സിന് തന്നെ ഇച്ചിരി വലിയ അളവാ.
ഒരു 2 വയസ്സ് വരെ വരുക, 2-2.5 വയസ്സിന് വരുന്ന അളവാണ്. 3 വയസ്സ് വരെ ഇടാവുന്ന അളവാണ് ഇതല്ലേ. അതെ അതെ. ഇത് വേറെ മോഡൽ റോമറിന്റെ തന്നെ ജീൻസിന്റെ റോമർ സെറ്റ് ആയിട്ട് വരുന്നതാണ്. ജീൻസില് പ്രിന്റ്. പിന്നെ ഇത് ഒരു ചെറിയ ബൊമ്മ കുട്ടിയുടെ അതിന്റെ അടുത്ത് വരും. അതിനോട് കരയുമ്പോ ഇതൊന്ന് പിടിച്ച് കൊടുക്കാം കുട്ടികൾക്ക്. നോക്ക്, ഇത് നോട്ടണ്ട് കേട്ടോ. ഇതാ ഇത് മാത്രമായിട്ട് കൊണ്ടുപോയിരുന്നത്. ഓക്കെ, ഏതാ ബോക്സ് ഇപ്പൊ എടുത്തത്? അതെ ഞങ്ങളിവിടെ പൊട്ടിക്കാൻ റെഡി ആയിട്ട് നിൽക്കണം. ഈ ബോക്സ് നമ്മള് കാണിച്ചതാ. പിന്നെ ഒരു ഐറ്റം കൂടി ഉണ്ട്, ഒരു ഐറ്റം കൂടി കാണിച്ചു തരാം. ഇത് കുർത്ത സെറ്റ് ആണ്, ബോയ്സിന്റെ തന്നെ. നമ്മളിത് താഴെ ഉണ്ട്, ഇതിന്റെ തന്നെ ഇവിടെയും സീക്വൻസ് വർക്ക് വരുന്നതാണ്. ചെറിയ സീക്വൻസ് താഴ്ത്താവുമ്പോ കുറച്ചുകൂടി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഇത്. അതിനേക്കാളും മാത്രമല്ല മെറ്റീരിയലിന്റെ വ്യത്യാസം എന്ന് വെച്ചാൽ ക്വാളിറ്റി രണ്ടാണ്. രണ്ടും കംഫർട്ടബിൾ മെറ്റീരിയൽ തന്നെയാണ്, അതാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പൊ ഇത് കുറച്ചുകൂടി എഫോർട്ട് ചെയ്യാൻ പറ്റിയ അതിനാണ് പറയണത്. ഇങ്ങോട്ട് വായോ വന്നാലാണ് നമുക്ക് ഇതൊക്കെ പിടിച്ചു നോക്കി മേടിക്കാൻ പറ്റുള്ളൂ അല്ലേ? പിടിച്ചു നോക്കാൻ മേടിക്കാൻ പറ്റുള്ളൂ. താഴത്തെ നമ്മൾ ആ ബൊമ്മയിലിട്ട് കണ്ടത്. അതെ ഇവിടെ വില തോന്നുള്ള ഐറ്റം അത്. അതിന്റെ പാന്റ് അതിന്റെ ടോപ്പാണിത്, ഐറ്റം ആണിത്. ഇതും കൂടി കാണിച്ചോ? ഇതുണ്ട് ഡാങ്കരിയുടെ തന്നെ വേറൊരു ടൈപ്പ് ഫ്രോക്ക്. ഇതിന്റെ വേറൊരു മോഡൽ നമ്മൾ നേരത്തെ ഡെമ്മി കിട്ടാൻ കാണിച്ചായിരുന്നു. ഇത് അതിന്റെ തന്നെ വേറൊരു ഐറ്റം ആണ്, വേറൊരു മോഡലാണ്. ഒരുപാട് മോഡൽ വന്നിട്ടുണ്ട്. ഡെങ്കരി തന്നെ ഒരുപാട് ഐറ്റംസ് വന്നിട്ടുണ്ട്, പല പല രീതിയിലും വരുന്നുണ്ട്. ഇത് വൈറ്റ് ഇന്നർ അല്ലാതെ കളറും വരുന്നുണ്ട്. ഇത് സിമ്പിൾ ആയിട്ടുള്ള ഫ്രോക്കാണ്. ഇനി നെറ്റിന്റെ മെറ്റീരിയൽ ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു ഫ്ലോർ മൊത്തം കുട്ടികളെ ഇനി കാണണമെങ്കിൽ ഒക്കെ നേരിട്ട് വരാം. ഒരുപാട് ഐറ്റം നേരിട്ട് വരാം. ഇവിടെ അല്ലെങ്കിൽ ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്, ഒരുപാട് മോഡലും ഉണ്ട്, ഒരുപാട് വെറൈറ്റികളും ഉണ്ട്. ഇവിടെ ചേട്ടന്മാരിങ്ങനെ എടുത്തോണ്ടിരിക്കും. നമുക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റില്ല, അപ്പൊ നമുക്ക് പോകണമെങ്കിൽ നമ്മള് തന്നെ പോണം. അപ്പൊ ചേട്ടന്മാരെ, അപ്പൊ ഇനി ബാക്കിയുള്ള വിശേഷങ്ങൾ താഴ്ത്ത് പോയിട്ട് പറയാം, അതായിരിക്കും നല്ലത്. ഇനി ബാക്കിയുള്ളത് അവരൊക്കെ നേരിട്ട് വരും. അപ്പൊ ഞാൻ പോട്ടെ എന്റെ സംസാരം ഒന്നും കുഴപ്പമില്ലല്ലോ. നാളെ ഫസ്റ്റ് ടൈമാണ്. എന്റെ പേര് പറഞ്ഞ ബൈജു ചേട്ടന് വേണ്ടിട്ട് ഒരു ലൈക്ക്, പിന്നെ അതുപോലെ തന്നെ ഒരു കമന്റും കൂടി വേണം. ആളുടെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടെന്നുള്ള ഒരു ടെൻഷൻ ഉണ്ട് ഇല്ലേ? ടെൻഷൻ മാറിയില്ലേ? ഞാൻ കംഫർട്ടബിൾ ആയിട്ട് നിന്നില്ലേ? പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒന്ന് വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ഈ ചേട്ടന് വേണ്ടി, ഈ ബൈജു ചേട്ടന് വേണ്ടി എല്ലാരും ഒരു ലൈക്ക്. അതെ, ഞാൻ പറഞ്ഞതിനേക്കാളും നല്ലത് ബൈജു ചേട്ടൻ പറഞ്ഞു. എന്റെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. എന്റെ ഈ കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എനിക്കൊരു ലൈക്ക് തരിക. താങ്ക് യു. മോളിലത്തെ വിശേഷം കഴിഞ്ഞ് ഇനി താഴത്തെ വിശേഷങ്ങളൊക്കെ അറിയണ്ടേ? എന്തൊക്കെയാണ് വിശേഷങ്ങള്? ചായ കുടിക്കായിരുന്നു. ഐറ്റങ്ങളൊക്കെ ഇതൊക്കെ ഈ ലേഡീസിന്റെ ബാഗി ജീൻസ്. ഇത് ലേഡീസിന്റെ എത്ര സൈസാ വരുന്നത്? അത് 32, 28, 36 വരെ സൈസ് വരും. ഇതെന്താ സംഭവം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? അത് നമ്മള് പുതിയ ഐറ്റംസ് വന്നോണ്ടിരിക്കുന്നത്. ഐറ്റംസ് ഒരു മിനിറ്റ്, നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ നമ്മുടെ ഇവിടുത്തെ ശരിക്കുള്ള മുതലാളി. ഞാൻ ഈ മൈക്കൊന്ന് വെക്കണ്ടേ? എന്താ കട്ട് ചെയ്യണോ കാര്യമായിട്ട്? ഇതെന്താ സംഭവം? ഇത് നമ്മുടെ സെറ്റിന്റെ 3 പീസ് വന്നതാണ് മാഡം. സെറ്റിന്റെ മീൻസ് നമ്മുടെ ഓണം കളക്ഷന്റെ. ഓ, ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ വീഡിയോയില് ഓണത്തിന്റെ കാര്യമായിട്ടൊന്നും കാണിച്ചിട്ടില്ല. ഇതൊക്കെ ഇനി പിന്നെ പൊട്ടിച്ച് പുറത്തേക്ക് ഇടാം. ഇതെന്താ സംഭവം എന്നൊന്നും ഞങ്ങൾ നോക്കട്ടെ. ഒരെണ്ണം എടുത്ത് കാണിക്കാന്നല്ലേ? ഓക്കെ, ഇത് ഇപ്പൊ പുതിയ കളക്ഷൻസ് ഇപ്പൊ വന്നിട്ടുള്ള പുതിയ വെറൈറ്റി അല്ലേ? ഇതൊന്ന് നമുക്ക് ഇതിനെ കുറിച്ചൊന്ന് പറഞ്ഞല്ലോ ഡീറ്റെയിൽ ആയിട്ട്. ഇത് ഷിമ്മർ മെറ്റീരിയൽ ചെയ്തിട്ടുള്ള ഹാൻഡ് വർക്ക് എംബ്രോയിഡറി ആണ്. ഇത് വർക്ക് ഉള്ളത് അല്ലേ? ഷിമ്മറില് എന്റെ ക്രീം കളർ തന്നെയാണ് എന്റെ ബോട്ടം. ദുപ്പട്ട ഓർഗൻസയിലാണ് ദുപ്പട്ട ചെയ്തേക്കുന്നത്. നല്ല അതിനകത്തൊരു തിളക്കം കണ്ടോ? അതിനകത്ത് സെറോക്സി വർക്കിലാണ് ചെയ്തേക്കുന്നത്. പിന്നെ സൈഡിൽ കൂടെ ഇങ്ങനെ വെക്കുമ്പോ കറക്റ്റ് ആയിട്ടുള്ള ഒരു ലുക്ക് ഫീൽ ചെയ്യുന്നു. അപ്പൊ ഇതാണ് ചെസ്റ്റ് പോർഷന് കൊടുത്തേക്കുന്ന വർക്ക് ഉണ്ടോ? അപ്പൊ നമ്മൾ ഓണത്തിന്റെ പുതിയ 3 പീസ് ഐറ്റം ഇറക്കിക്കുന്നതാണ്. ഇത് ആക്ച്വലി പ്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് ഇപ്പൊ വന്ന ഐറ്റം ആണ്. അതെ, പ്രൊഡക്ഷൻ കഴിഞ്ഞ് ഇറങ്ങിയ ഐറ്റം ആണ്.
ഓക്കെ. ജസ്റ്റ് നമ്മള് അല്ല ഞാൻ ചോദിക്കട്ടെ, നമ്മള് വീഡിയോയില് കുറച്ച് കളക്ഷൻ സെറ്റ് പറഞ്ഞാൽ നമ്മള് വീഡിയോയിൽ ഈ ഓണത്തിന്റെ കളക്ഷൻസ് കാണിച്ചില്ലേ, എന്തുകൊണ്ടാ? അല്ല, ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാലേ നമുക്ക് മാർക്കറ്റിൽ നമ്മള് പുതിയ റിലീസ് അല്ലേ ഓണത്തിൻ്റെതായിട്ടുള്ള, പുതിയ പുതിയ ഡിസൈൻസ്. അപ്പം ഇതൊരു മാർക്കറ്റ് ആണല്ലോ, അപ്പം കോമൺ ആയിട്ട് ഇത് കോപ്പി ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മള് ഇതല്ല റെഗുലർ ആയിട്ട് നമുക്ക് ഇങ്ങനെ സ്ഥിരമായിട്ട് പ്രൊഡക്ഷൻ ത്രൂ ഔട്ട് ഒരു ഡേ തന്നെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ആക്ച്വലി വരും, നമ്മൾ ഓർഡർ അനുസരിച്ചുള്ള ഐറ്റം ആണെങ്കിൽ നമ്മൾ അയക്കും, ബാക്കിയുള്ള കടയിൽ കാണും, ഇങ്ങനെ ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കും, ഒരു സൈഡിൽ നിന്ന് വരും പൊക്കോണ്ടേയിരിക്കും. ഇതെന്താ സംഭവം? ഇത് നമ്മുടെ മാസ്റ്റർ ആണ്. കട്ടിംഗ് മാസ്റ്റർ ആണ്. കട്ടിംഗ് മാസ്റ്റർ ടാറ്റ. ഞങ്ങൾക്ക് ഇത് വേണ്ട, ഞങ്ങൾക്ക് ആകെ കളക്ഷൻസ് ഒക്കെ ഉണ്ട്. ഇത് ആക്ച്വലി ഇതിപ്പോ സാമ്പിൾ കൊണ്ടുവന്നതാണ്. അടിച്ച് സാമ്പിള് നമ്മൾ കൺഫേം ചെയ്യും. ഇത് ഇവര് ഇങ്ങനെ പ്രൊഡക്ഷൻ ചെയ്ത് കൊണ്ടുവരുന്നതാണ്. ഒരു പീസ് സാമ്പിൾ അടിച്ചു കൊണ്ടുവരും. ഇതും ഒരു സെറ്റിന്റെ ആണ്. ഇതുണ്ടോ, ഇത് ടോപ്പ് മാത്രമാ. അതിനകത്തും ഹാൻഡ് വർക്ക് ആണ് ചെയ്തേക്കുന്നത്, ഗോൾഡൻ ഹാൻഡ് വർക്ക്. ഈ ഹാൻഡ് വർക്കിന്റെ ഡിഫറൻസ് മാത്രമാണ്. ഇതുണ്ടോ, രണ്ടും രണ്ട് ഡിഫറെന്റ് ആണ് അല്ലെ വർക്ക് വരുന്നത്. മെറ്റീരിയൽ സെയിം ആണ്. ഇന്ന് പ്രൊഡക്ഷൻ ചെയ്തതിനകത്ത് 3 വർക്കുകളാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അങ്ങനെ സെയിം മെറ്റീരിയൽ തന്നെ ഡിഫറെന്റ് വർക്ക് ആയിട്ട്. അപ്പൊ ഇതൊക്കെ നിങ്ങളുടെ ഇനി അപ്കമിങ് ഓണം കളക്ഷൻസിൽ ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നതാണ്. ഇത് നമ്മൾ കൺഫേം ചെയ്യും. ഓൾറെഡി കൺഫേം ചെയ്തത് ഇനി ഇങ്ങനെ ത്രൂ ഔട്ട് ഡേ ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് ഓണം കളക്ഷൻസ്, അതിൽ സിംഗിൾ കുർത്തീസ് ഉണ്ട്, 3 പീസ് കളക്ഷൻസ് ആണ് ഇപ്പൊ നമ്മൾ കണ്ടത്. ഇത് സീക്വൻസ് എംബ്രോയിഡറി ആണ്. ഇതും ഇപ്പൊ തന്നെ പ്രൊഡക്ഷൻ അത് സാമ്പിൾ അടിച്ചു കൊണ്ടുവന്നത് 3XL 4XL 5XL എന്നൊക്കെ പറയുന്ന സൈസിൽ വലിയ സൈസുകളിലോട്ടാണ്. പ്ലസ് സൈസിലാണ്. അത് തന്നെ കണ്ടത് 3XL ആണ് നമ്മുടെ സാമ്പിൾ അടിച്ച മോഡൽ തന്നെ. അതിന്റെ ഇതിന്റെയും 4 കളേഴ്സ് ഉണ്ട്. 2 കളേഴ്സ് ആണ് സാമ്പിൾ വന്നിരിക്കുന്നത്. പിന്നെ ഇവിടെ രാവിലെ തൊട്ട് ഇങ്ങനെ ബണ്ടലുകൾ വന്നോണ്ടിരിക്കുന്നുണ്ട്. ഞാൻ വരുമ്പോ ഈ ഭാഗമൊക്കെ കാലിയായിരുന്നു, ഇപ്പൊ നിറഞ്ഞു. സീക്വൻസ് കോപ്പർ വർക്ക് ആണ് ബ്ലാക്കിൽ ചെയ്തേക്കുന്നത്. ബ്ലാക്കില് എ ലൈനിലാണ്, ജോർജറ്റിന്റെ മെറ്റീരിയൽ ആണ് ഇത് വരുന്നത്. ഇത് ബ്ലൂമിംഗ് ആണ്, ജോർജറ്റ് ആണ് കേട്ടോ അത് വരുന്നത്. അതിൽ തന്നെ നമുക്ക് കളേഴ്സ് അവൈലബിൾ ആണ്. അങ്ങനെ ഇഷ്ടം പോലെ വർക്ക്സ് ഉണ്ട്. ഇപ്പൊ ഈ ഇരിക്കണ കാണുന്നത് ഇപ്പൊ കൊന്ന ബണ്ടല് പൊട്ടിച്ച സംഭവമാണ് കേട്ടോ ഇപ്പൊ ഈ ഇരിക്കണത് മൊത്തം. അതിന്റെയൊക്കെ പല വർക്കുകളുണ്ട്, വർക്ക് തന്നെ ഡിഫറൻസ് ഉണ്ട്, ഡിഫറെന്റ് വർക്ക്സ് വരുന്നുണ്ട്. അപ്പൊ ഇത് കാണണമെങ്കിൽ ഇനി നമുക്ക് നേരിട്ട് വരണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, വീഡിയോ കോൾ ത്രൂ ആയാലും. സെറ്റിന്റെ ഐറ്റംസ് ഒന്നും നമ്മൾ ഇതുവരെയും കാണിച്ചിട്ടില്ല. പൊട്ടിച്ചോണ്ട് സമയത്ത് കാണിച്ചതാണ്. ആക്ച്വലി ഇതിന്റെയൊക്കെ ഇഷ്ടം പോലെ വെറൈറ്റി. ഇത് തന്നെ ഉണ്ടല്ലേ, സ്കേർട്ട് മാത്രം സ്റ്റിച്ച് ചെയ്ത് വന്നേക്കുന്നതാണ്, നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ല. ഇതിന്റെയൊക്കെ ടോപ്പ് ഹാൻഡ് ഇപ്പം ഡിഫറെന്റ് യൂണിറ്റുകളിലാണ് ഇപ്പം സ്റ്റിച്ച് ചെയ്യുന്നത്. ഒരു സ്ഥലത്താണെങ്കിൽ അതിന്റെ ഹാൻഡ് വർക്ക് അല്ലെങ്കിൽ അതിന്റെ ഡൈയിങ്ങിന് വേറെ ഒരു സ്ഥലത്തോട്ടാണ് വിടുന്നത്. അപ്പൊ അതിനുവേണ്ടി പോയേക്കാണ്. ഇത് വന്ന ഉടനെ ഇതിന്റെ കുട്ടികളുടെ ഐറ്റംസിൽ ഒരു ഐറ്റം വലിയവർക്കുള്ളതും വരുന്നുണ്ട്. അപ്പൊ എന്തായാലും അത് പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നമ്മളിപ്പോ ഒരു 4ാമത്തെ 5ാമത്തെ തവണയാണ് നമ്മൾ ഹീരാല് വരുന്നത്. ഇതുവരെ നമ്മൾ മുതലാളിനെ കണ്ടിട്ടില്ല. അപ്പൊ ശരിക്കും മുതലാളി ശരിക്കും അനിയനും കൂടി ഉണ്ടല്ലോ, ഫാദർ ഉണ്ടായിരുന്നു. എന്റെ ചായ സമയം ചായ കൊണ്ട് തന്നെ ചേട്ടൻ ഒരു ഹായ് പറഞ്ഞു, ചായ ഞാൻ എടുത്തോളാം, ചായ മുണ്ട കോരിയിട്ട് കാര്യമായിട്ട്. അപ്പൊ ഇവിടെ വരുമ്പോ ചായ നിർബന്ധമായിട്ട് ചോദിച്ച് മേടിക്കാതെ, ചായ പറഞ്ഞ അപ്പൊ ചേട്ടൻ വരും ചായയും കൊണ്ട്. അപ്പൊ ചേട്ടാ എനിക്കുള്ള ചായ എവിടെയെങ്കിലും വെച്ചോ. ഒരു മിനിറ്റ്, ലൊക്കേഷനും അതുപോലെ തന്നെ ഈ തിങ്കളാഴ്ച ബണ്ടൽ പൊട്ടിക്കുന്ന പരിപാടി അതിനെ കുറിച്ചും കൂടി. ആക്ച്വലി നമ്മള് ഒരു ലിമിറ്റഡ് പ്രൊഡക്ഷൻ ഐറ്റംസ് ആണ് നമ്മൾ ഈ ബണ്ടിൽ പൊട്ടിക്കുന്നത്. കൂട്ടി കൊണ്ടുപോവുകയാണ്. 1 ഇയറോളം ആയിട്ടുണ്ട്. അതെ അതെ, ആ സമയം മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ്. ഇതുവരെ നല്ല സക്സസ്ഫുൾ ആയിട്ട് തന്നെ പൊക്കോണ്ടിരിക്കുന്നു. ഇനി നമ്മൾ ഈ ഓഗസ്റ്റ് 1 മുതൽ നമ്മൾ അതിന്റെ പ്രൊഡക്ഷനും പരിപാടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നിന്നാണ്. ഓഗസ്റ്റ് 1 മുതൽ നമ്മൾ ഓണം വരെയും ഡെയിലി റെഗുലർ 10 മണിക്ക് ബണ്ടിൽ ഓപ്പൺ ചെയ്യാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഒരുപാട് കസ്റ്റമേഴ്സിന്റെ ഒരു എൻക്വയറി ആണ്. ഒരു സംശയം കൂടി ചോദിക്കട്ടെ, ഈ ഒരു മിനിറ്റ് കേട്ടോ, നമ്മുടെ ഈ സംശയം ചോദിച്ചിട്ട് രണ്ടും വേണം. അപ്പൊ ഈ ബണ്ടിൽ പൊട്ടിക്കാന്ന് പറയുന്നത് 10 മണിക്ക്, അതും ഇവിടെ ഇരിക്കുന്ന ഐറ്റംസ് തമ്മിൽ എന്താ മാറ്റം, എന്തുകൊണ്ട് ആ ടൈമിന് വരണം? ഇത് നമ്മുടെ ഓൺ പ്രൊഡക്ഷൻ മാത്രമല്ല നമ്മൾ ചെയ്യുന്നത്. ഇത് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ഐറ്റംസും ഇവിടെ വരാറുണ്ട്, ട്രേഡ് ചെയ്യുന്ന ഐറ്റംസും വരാറുണ്ട്. ആക്ച്വലി നമ്മൾ ഓൺ പ്രൊഡക്ഷൻ ഐറ്റംസ് നമ്മൾ ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് നമ്മൾ ലാർജ് ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്യുക. അതിൻ്റെ കോസ്റ്റ് കുറച്ചിട്ടാണ് ഏറ്റവും എന്ന് പറഞ്ഞാൽ ഒരു ടോപ്പിന്റെ പ്രൈസിനായിരിക്കും ഒരു 3 പീസ് അന്ന് കിട്ടുന്നത്. മാർക്കറ്റ് പർച്ചേസ് ചെയ്ത് ആക്ച്വലി നിങ്ങൾക്ക് അറിയാം, ഈ ഇവിടെ എത്രയോ കടകളുണ്ട്.
ഇങ്ങനെ ഈ തിരക്ക് എന്തുകൊണ്ടാണ് വരുന്നത്? ഈ ഇതിന്റെ കാരണം ഈ ഒരു കാരണം കൊണ്ടാണ്. കസ്റ്റമറിന് അറിയാം അതിന്റെ പ്രൈസ് മാർക്കറ്റിൽ ഇവിടെ അല്ല, പുറത്ത് എന്ത് വിലക്കാണ് അത് വിൽക്കുന്നതെന്ന് അറിയാം. അതാണ് അപ്പൊ ഈ പ്രൈസ് അറിയണമെങ്കിൽ നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റില്ല. അത് നേരിട്ടിട്ട് ആ 10 മണി സമയത്ത് കൃത്യം ബണ്ടൽ പൊട്ടിക്കുമ്പോൾ മാത്രം അറിയാൻ പറ്റുള്ളൂ. അപ്പൊ ഏറ്റവും റേറ്റ് കുറവിന് നമുക്ക് നല്ല നല്ല കളക്ഷൻസ്, അതും നല്ല ക്വാളിറ്റിയുള്ള ഐറ്റം തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. അപ്പൊ ഓഗസ്റ്റ് 1-ാം തീയതി തൊട്ട് ഡെയിലി ഉണ്ട്. അല്ലാത്ത സമയത്ത് സീസൺ അല്ലാത്ത സമയത്ത് തിങ്കളാഴ്ച 10 മണിക്ക് പൊട്ടിക്കുന്നതായിരിക്കും. അപ്പൊ പരമാവധി ആ സമയത്ത് വരാൻ ശ്രമിക്കുക. ആ സമയത്താണെങ്കിൽ തിരക്കും ഉണ്ടാവും, നല്ല നല്ല കളക്ഷൻസും കിട്ടും. ബ്രദർ ഇവരൊക്കെ നിന്നതുകൊണ്ടാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും സപ്പോർട്ട് ചെയ്തെല്ലാം. എവിടെ പോയി ബാക്കിയുള്ളവരൊക്കെ? പക്ഷെ എല്ലാരും ഒന്ന് വിളിച്ചൊന്ന് റെഡി ആക്കണല്ലോ. അല്ല, ഇതിന് ഇനിയും മിസ്സിംഗ് ഉണ്ടല്ലോ. മുകളിലുണ്ട്, കുറച്ചുപേര് പുറത്ത് നിൽക്കുന്നുണ്ട് ഷൈ ആയിട്ട്. ഗോഡൌണിലുണ്ട്, സിറ്റിംഗ് യൂണിറ്റിലുണ്ട്. അങ്ങനെ കുറെ സ്റ്റാഫ്മാരായിട്ട് അതെ ഓരോരുത്തർ കയറി വരുന്നുള്ളൂ. ഓ മാമനാണ്. ഓക്കെ, നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. അപ്പൊ ഇവരൊക്കെ സ്റ്റാഫ്മാരാണ്, ഇവരുടെ സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇത്രയും കളക്ഷൻസ് കാണിക്കാൻ പറ്റിയത്. എന്തായാലും ലൊക്കേഷൻ അഡ്രസ് ഒന്ന് പറഞ്ഞത്. നമ്മൾ നിൽക്കുന്നത് കൊല്ലം റോഡ് ചിന്നക്കട എന്ന് പറഞ്ഞിട്ടുള്ള ഏരിയ. അപ്പൊ നമ്മുടെ കടയുടെ പേര് വരുന്നത് എല്ലാരും ഒന്നുകൂടെ 1, 2, 3 യെസ്, ഹീറ ഗാർമെന്റ്സ് ഹോൾസെയിൽ ഓൺലി. അപ്പൊ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.